ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ പ്രിയ കർത്താവിൻ്റെ ദാസി ഷൈനിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ. ഓക്കെ ഓക്കെ. ജീവിതത്തിലെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഒത്തിരി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ഞങ്ങളുടെ മഹാസാന്നിധ്യവും ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഞങ്ങളെ കൂടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകാലം കൂടെ ദാസിയെ കരങ്ങളിൽ തരുന്നു. കർത്താവ് നടത്തിയ വിധങ്ങൾ, വഴികൾ, തൻ്റെ ജീവിതാനുഭവം കർത്താവെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാനുള്ള ദൈവകൃപ കർത്താവോടൊന്ന് കൊടുക്കണമേ. നാവോടും വായോടും പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ. കേൾവിക്കാരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാനും കർത്താവിൻ്റെ നാമം ഇതിലൂടെ മഹിമപ്പെടുവാനും അനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാനും കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന ഞങ്ങളുടെ നാമം ഉയരട്ടപ്പ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. ആമേൻ. പ്രൈസ് ലോർഡ്. സിസ്റ്റർ, നമ്മോടൊപ്പം എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാനിപ്പോ താമസിക്കുന്നത് UK മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ. കൂടെ ആരൊക്കെ ഉണ്ട്? ഞാൻ വിവാഹിതയാണ്. ഹസ്ബൻഡ്, 3 കുഞ്ഞുങ്ങൾ, 2 ആൺമക്കള്, 1 മകള്. ഓക്കെ ഓക്കെ. കർത്താവ് നിങ്ങളെ ദേശത്ത് പരിപാലിക്കട്ടെ. UK നമ്മുടെ പല വ്യൂവേഴ്സും ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ ഷൈനി സിസ്റ്റർ നൽകി തരികയാണ്. കർത്താവ് ദേവദാസിയെ ഉപയോഗിക്കട്ടെ. ഓക്കെ. താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇങ്ങനെ കൃപ ചെയ്തല്ലോ. ലോകത്തിന്റെ ദൂരത്തും ചാരത്തും ഇരുന്നുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. ദൈവം എന്നെ നടത്തിയ വഴികൾ, കർത്താവിന്റെ സന്നിധിയിലേക്ക് എന്നെ അടുപ്പിച്ച വിധങ്ങൾ ദൈവജനത്തോട് ഈ ചാനലിലൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ ഇവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുചെന്ന് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. അപ്പം ക്രിസ്തുവിന് എന്നോട് സംസാരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു മരുഭൂമി തന്നെയായിരുന്നു. അഗ്നിശോധനകളും കഷ്ടതകളും പ്രയാസങ്ങളും കൈപ്പേറിയ അനുഭവങ്ങളും ചൂടേറിയ അനുഭവങ്ങളുടെയും വഴി നടത്തി ക്രിസ്തുവിന്റെ നാമത്തിന് പ്രയോജനമായി തീരുവാൻ കർത്താവിനെ പുറത്തെടുക്കുകയായിരുന്നു. എൻ്റെ പേര് ഷൈനി തോമസ് എന്നാണ്. ഞാൻ ജനിച്ചു വളർന്നത് കൊല്ലകടം എന്ന് പറയുന്ന സ്ഥലത്താണ്. സെറ്റിലായിരിക്കുന്നത് പന്തളത്താണ്. ഞാൻ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ മാതാപിതാക്കളുടെ 3 മക്കളിൽ 3ാമത്തെ മകളായി ജനിപ്പാൻ ഭാഗ്യം നൽകി. ഒത്തിരി അച്ഛൻ തിരുമേനി ബന്ധങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. എൻ്റെ പിതാവിന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക, കർത്താവിന്റെ കൽപ്പനയാകുന്ന ജലസ്നാനം ചെയ്ത് കർത്താവിനെ അറിഞ്ഞ് മുൻപോട്ട് കടന്നു വരിക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ നിൽക്കുന്ന സാമുദായിക കെട്ടുപാടുകളിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും സാധ്യതയുള്ളതായി തോന്നിയിരുന്നില്ല. ഞാൻ ആമേൻ എടുത്തു പറഞ്ഞതുപോലെ ഞാൻ അവളെ വശീകരിച്ച് ആമേൻ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പുറത്തെടുക്കാൻ ദൈവത്തിന് കരുണ തോന്നി. ഞാൻ എപ്പോഴും പ്രസംഗിക്കാറുള്ള ഒരു കാര്യമാണ്, നമ്മളൊരു പരീക്ഷ എഴുതാൻ പോയാൽ, അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയാൽ, അല്ലെങ്കിൽ ഒരു പ്രൊമോഷന് വേണ്ടി കടന്നു പോയാൽ, നമുക്ക് ആ ജോലി ലഭിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രൊമോഷൻ തരുന്നത്
അല്ലെങ്കിൽ നമ്മളത് പാസ്സാകുന്നത് ആമേൻ നമ്മുടെ യോഗ്യതകൾക്കനുസരിച്ച. നമ്മുടെ ജോലി നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അവർ നോക്കും, നമ്മുടെ എക്സ്പീരിയൻസ് അവർ നോക്കും. ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ്, യോഗ്യതയ്ക്ക് അനുസരിച്ചാണ് നമുക്ക് ജോലി തരിക, അല്ലെങ്കിൽ ആ പ്രൊമോഷൻ തരിക. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യോഗ്യതയും എനിക്കുണ്ടായിരുന്നു. എന്റെ അയോഗ്യതകളെ യോഗ്യതകളാക്കി മാറ്റി. അമ്മേ, എന്റെ അയോഗ്യതകളെ മാത്രം ഹല്ലേലൂയ അത് യോഗ്യതകളാക്കി മാറ്റിയെടുത്ത് ക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നിർത്തുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. പറഞ്ഞതുപോലെ തന്നെ മാവേലിക്കരിക്കും ചെങ്ങന്നൂരിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് കൊല്ലകടം എന്ന് പറയുന്നത്. ആ സ്ഥലത്ത് ജനിച്ചു വളർന്നു. മാതാപിതാക്കൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ, എന്റെ പിതാവ് പ്രത്യേക പള്ളിഭക്തനായിരുന്നു. ആ അറിഞ്ഞ ദൈവങ്ങളിൽ, ആ സാമുദായിക ആരാധനകളിൽ ഒത്തിരി മുറുകെ പിടിച്ച് അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു. എന്റെ പിതാവ് വളരെ കുഞ്ഞുനാളിൽ തന്നെ മാതാപിതാക്കൾ നന്നായി നൊയമ്പ് നോൽക്കാനും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ നന്നായി പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ആലയങ്ങളിലും, ആരാധനാലയങ്ങളിലും കടന്നു പോകാൻ ഭയങ്കര വ്യഗ്രതയായി. അതുകൊണ്ട് ചെറുപ്പകാലം മുതൽ ദൈവം എന്ന് പറയുന്ന അമ്മേൻ ഏത് ദൈവം എന്നുള്ളത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും ദൈവം എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടാൽ അപ്പോൾ എനിക്ക് ഭയവും ഭക്തിയും ഒത്തിരിയായിരുന്നു. അങ്ങനെ തന്നെ വളർത്തിക്കൊണ്ട് വന്നതുകൊണ്ട്, മാതാപിതാക്കളുടെ ആ ശിക്ഷണത്തിൽ അങ്ങനെ വളർന്നു വന്നതുകൊണ്ട് ഹൈന്ദവ ദൈവാലയങ്ങളിൽ പോകുമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാ ദിവസവും കുരിശൻ തൊട്ടിയിൽ കടന്നുപോയി അവിടെ പോയി നിന്ന് കുറച്ചു സമയം പ്രാർത്ഥിക്കും. വെള്ളിയാഴ്ചകളിൽ പരിമല കടന്നു പോകും. ഇടയ്ക്കിടയ്ക്ക് പുതുപ്പള്ളി പള്ളിയിൽ പോകും, മണർകാട്ട് പോകും. അങ്ങനെ ഹല്ലേലൂയ പോകുന്ന, അങ്ങനെ ജീവിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ്. എൻ്റെ പ്രിയ പിതാവ് ഒരു കർഷകനായിരുന്നു. ഒത്തിരി കഷ്ടതകളും പ്രയാസങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉള്ള ഒരു ഭവനത്തിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെ ആ അറിഞ്ഞ ദൈവത്തോട് ചേർന്ന് നടക്കാൻ, അവരെ ഭയപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു ആഗ്രഹവും താല്പര്യവും അന്നേ ഉണ്ടായിരുന്നു. അങ്ങനെ ജനിച്ച ചെറിയ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എനിക്ക് പ്രത്യേകമായൊരു രോഗം വന്ന്, കളറ് മാറുന്ന ഒരു രോഗമെന്നാണ് അന്ന് അമ്മച്ചി അപ്പച്ചൻ പറഞ്ഞത്. പെട്ടെന്ന് എന്റെ ശരീരം ചലനമറ്റതായി. എന്റെ പ്രിയ അപ്പച്ചൻ അന്ന് ആകെയുള്ള ഒരു സ്വന്തം, ഒരു അദ്ദേഹത്തിന്റെ ഒരു സമ്പത്തായിരുന്നു ഒരു സൈക്കിൾ എന്ന് പറയും. ആ സൈക്കിളിൽ ഇങ്ങനെ അപ്പച്ചൻ എടുത്തോണ്ട് തന്നെ ഓടിച്ച് മാവേലിക്കര ഫിലിപ്പ് മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം, അവിടെ ചെല്ലുന്നതിന് മുൻപ് ഞങ്ങളുടെ തൊട്ടടുത്ത് പാർക്കുന്ന ഒരു മുസ്ലിം ഒരമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, ഇത് കുറെ മണിക്കൂറായല്ലോ ഈ മയ്യത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഈ കുട്ടി മരിച്ചു, അതിനെ കൊണ്ടുവന്ന് അയ്യത്ത് കൊണ്ടുവന്ന് കുഴിച്ചു മൂടണം. കാരണം സാമുദായിക ആചാരപ്രകാരം എന്റെ ശിശുസ്നാനം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയ പിതാവ് ഈ അമ്മ വന്ന് പറഞ്ഞു, ഒരു പായ്ക്കകത്തി വെച്ച് കെട്ട്, അയ്യത്ത് എവിടെയെങ്കിലും നമുക്ക് കുഴിച്ചിടാമെന്നുള്ള രീതിയിൽ. എന്നാൽ അപ്പച്ചന് മനസ്സ് വന്നില്ല. അപ്പച്ചൻ ആ സൈക്കിളിൽ എടുത്തോണ്ട് തന്നെ ഒരു കയ്യിലെടുത്ത് തോളിലിട്ടോണ്ട് സൈക്കിൾ ഓടിച്ചു പോകുകയാ. ഫിലിപ്പിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോ ഡോക്ടർ ചോദിച്ചു, എന്തിനാ ഈ ചലനമില്ല, ഈ അനക്കമില്ലാത്ത ഈ മരിച്ച കൊച്ചിനെ വന്നത്? അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, എനിക്കിതിനെ കുഴി വെക്കാൻ തോന്നുന്നില്ല, എനിക്ക് മനസ്സ് വരുന്നില്ലടോ. മൂക്കിനകത്ത് എന്തോ കുഴലിട്ട് ഓക്സിജൻ ഒക്കെ കൊടുക്കുമല്ലോ, അതൊന്ന് ട്രൈ ചെയ്താലോ എന്നുള്ള ആഗ്രഹം അപ്പച്ചൻ പറയും. അപ്പച്ചന്റെ മനസ്സ് ആ ആഗ്രഹം തിരിച്ചറിഞ്ഞ് ഡോക്ടർ അങ്ങനെ ചെയ്തു. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് ലോക സ്ഥാപനത്തിന് മുൻപേ എന്നെ കണ്ടതേ, ദൈവത്തിന്റെ മകളാക്കി ദൈവത്തിന്റെ വേലയ്ക്കായി എന്നെ തിരഞ്ഞെടുത്ത് വെച്ചിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ എന്റെ ജീവിതത്തെ മടക്കി തന്ന്, എന്റെ ആയുസ്സിനെ നീട്ടിത്തന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം ഇടവരുത്തി. അങ്ങനെ എന്റെ ജീവിതം വളരെ കുഞ്ഞുനാളിൽ പള്ളി ഭക്തിയോടുള്ള ബന്ധത്തിൽ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ
ഹൈന്ദവ ആലയത്തിലും കടന്നു പോകും. സ്കൂളിൽ കടന്നു പോകുന്നതിന് മുൻപ് അവിടെ ചെന്ന് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ച് പൂജാരി തരുന്ന പൂജാവസ്തുക്കളൊക്കെ കഴിച്ച് ചന്ദനമൊക്കെ തൊട്ടിട്ട് സ്കൂളിന്റെ പടിവാതിക്കൽ ഞാൻ ചെല്ലുകയുള്ളൂ. എന്റെ അടുത്ത സ്നേഹിത ഒരു ബ്രാഹ്മണ പെൺകുട്ടിയായിരുന്നു. അവളുടെ പിതാവ് അമ്പലത്തിലെ പൂജാരിയും കൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ സുധയോടൊരുമിച്ച് മിക്ക ദിവസങ്ങളിലും രാവിലെ അമ്പലത്തിലേക്ക് കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് പഠനമൊക്കെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രിയ പിതാവ് എന്നോട് പറഞ്ഞ്, അമേൻ, പരിമല തിരുമേനിയുടെ നാമത്തിൽ നിന്നെ ആ സ്ഥാപനത്തിൽ നേഴ്സിംഗ് പഠിപ്പിച്ചോളാമെന്ന് ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നെ പരിമല ഹോസ്പിറ്റലിലാണ് നേഴ്സിംഗിനായി വിട്ടത്. അങ്ങനെ അവിടെ ഗ്രാജുവേറ്റ് ആയി. 97 ഞാന് സൗദി അറേബ്യയിലേക്ക് കടന്നുപോയി. എൻ്റെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം 97 അവിടെ കടന്നുപോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ശരീരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. എന്നാൽ സത്യദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ സുവിശേഷവുമായി അനേക ദൈവഭക്തന്മാർ ഞങ്ങളുടെ പട്ടണത്തിൽ വരുമായിരുന്നു. എൻ്റെ പ്രിയ അപ്പച്ചനൊരു സ്വഭാവമുണ്ട്. ദൈവവചനവുമായി ബൈബിളും പിടിച്ച് ഏതൊരു ഉപദേശി വീട്ടിൽ വന്നാലും എൻ്റെ അപ്പച്ചൻ അവരെ സ്വീകരിക്കും. ഞായറാഴ്ച രാവിലെ വീട്ടിൽ പ്രാർത്ഥന നടത്താൻ അനുവദിക്കുകയല്ല. ആ സമയം പ്രാർത്ഥന നടത്താൻ വന്നാൽ പറയും, ഞങ്ങൾക്ക് പള്ളിയുള്ള സമയമായതുകൊണ്ട് ഈ സമയത്ത് ഇവിടെ വേണ്ട എന്ന് പറയും. അങ്ങനെ ഒരിക്കൽ എന്റെ ഭവനത്തിൽ റാന്നി കുഞ്ഞുമോൻ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ, ഞാൻ വളരെ ശൈശവ പ്രായത്തിൽ വീട്ടിൽ കടന്നു വന്നിട്ട് അപ്പച്ചനോട് പറഞ്ഞു, ഈ ഭവനത്തിൽ നിന്നൊരു മകൾ ഇറങ്ങി കാലഘട്ടങ്ങൾ ഇറങ്ങി പുറപ്പെടും. അന്ന് ഈ ഭവനം പുറപ്പെടും. കാലങ്ങളേറെ കഴിയുമ്പോൾ എന്നാൽ ഞങ്ങൾക്ക് അതൊന്നും മനസ്സിലായില്ല. എന്നിട്ട് കർത്താവിന്റെ ദാസന് ആ ബൈബിൾ, അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ബൈബിൾ എന്റെ കയ്യിൽ തന്നിട്ട് വായിക്കുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വായിക്കാൻ പറഞ്ഞ വേദഭാഗം അദ്ദേഹം തന്നെ എടുത്തു തന്നു. യോവേൽ പ്രവചനത്തിൽ നിന്നായിരുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെയും പകരും, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്നുള്ള ആ വേദഭാഗം, ആ ഒരു പാരഗ്രാഫ് മുഴുവൻ അദ്ദേഹത്തോട് വായിച്ചു. എനിക്കന്ന് മനസ്സിലായി, എന്റെ പിതാവിനും മനസ്സിലായില്ല, മാതാവിനും മനസ്സിലായി. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ സേവിക്കുന്ന ദൈവം വ്യാജത്തിന്റെ ദൈവം ഉറപ്പുവരുത്തുവാൻ കൃപയാൽ 97 ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ സൗദി അറേബ്യയിലേക്ക് കടന്നുപോയി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വയറിന്റെ വലത്തെ ഭാഗത്ത് വല്ലാത്ത വേദന എന്തെന്ന് മനസ്സിലായില്ല. ഡോക്ടേഴ്സ് എന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്തത്. ഡോക്ടേഴ്സ് എന്നെ നോക്കി അപ്പൊ കുറെ സമയം കഴിഞ്ഞ് അവരെന്റെ രോഗം കണ്ടുപിടിച്ചപ്പോഴേക്കും ഞാനൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പെട്ടെന്ന് ജോലിയിലായിരുന്നു. അപ്പൊ ഞാൻ കൊളാപ്സ് ആയി. എന്റെ പ്രിയവനെ അവിടെ നിന്ന് വരുത്തി ഡോക്ടേഴ്സ് എന്നെ ഇന്റേണലി സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് അവര് പറഞ്ഞു, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിന്ന് മറ്റൊരു വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. എന്നാൽ പറയുമ്പോൾ അവിടുത്തെ ട്രാൻസ്പോർട്ട് അവൈലബിൾ അല്ല. ഹോസ്പിറ്റൽ ട്രാൻസ്പോർട്ട് മറ്റ് എവിടെയോ പേഷ്യന്റുമായിട്ട് പോയിരിക്കുക. എന്നാൽ വെയിറ്റ് ചെയ്യുവാനുള്ള സമയമില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു 45 മിനിറ്റ്സിനുള്ളിൽ ഇവിടെ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചില്ല എങ്കിൽ അവര് പറഞ്ഞു വരുന്നത് ഡെഡ് ബോർഡ് കൈ കൊടുക്കുമെന്ന. ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ എന്റെ പ്രിയപ്പെട്ടവൻ ഡ്രൈവ് ചെയ്ത് അവിടെ തന്നെയുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നെ ട്രിപ്പൊക്കെ ഇട്ട് ഞങ്ങളുടെ വണ്ടിയിൽ പുറകിലെ സീറ്റിൽ കിടത്തി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ഏകദേശം 1.25 മണിക്കൂർ യാത്ര ചെയ്യണം മറ്റൊരു വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. എന്നാൽ കൃപയാൽ ദൈവം എന്നെ അവിടെ എത്തിച്ചു.
ദൈവത്തിന്റെ നീതി എന്നതുപോലെ ചാകാത്ത പുഴുവും കെടാത്ത തീയും ഉള്ളിടത്തേക്ക് അയക്കാൻ മനസ്സ് വെക്കാതെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നിർത്തുവാൻ ദൈവം എന്നെ പുറത്തെടുക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവിടെ കൊണ്ടുചെന്നതിനെ ഓപ്പറേറ്റ് ചെയ്ത് റിക്കവറിയിലേക്ക് മാറ്റിയപ്പോൾ എന്റെ ബോധം തെളിഞ്ഞു. കുറെ സമയം കഴിഞ്ഞ് ഡോക്ടർ എന്റെ അടുത്ത് വന്നു. എന്നെ ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടർ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് അറബിയിൽ ചോദിച്ചു, എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ? എനിക്ക് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. ഞാന് പെട്ടെന്ന് വയറയിലൊക്കെ തപ്പി നോക്കിയ ഭയങ്കര വെച്ചുകെട്ടുകളാ. ഇന്നത്തെ പോലെ മോഡേൺ ടെക്നോളജി ഒന്നും വന്നില്ല. അദ്ദേഹം പെട്ടെന്ന് എന്നോട് അറബിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നിന്റെ യൂട്രസിന്റെ വലത്തുഭാഗം ഞങ്ങൾ എടുത്തു മാറ്റി. പെട്ടെന്ന് എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുകയാ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്കൊരു തലമുറ ഉണ്ടാകില്ല, നിന്നിൽ നിന്നൊരു തലമുറ ഉണ്ടാകാൻ സാധ്യതയില്ല. മെഡിക്കൽ സയൻസ് എന്നോട് അങ്ങനെ പറയുമ്പോൾ വളരെ നിരാശപ്പെട്ട് ആ ബെഡിൽ ഞാനൊരു തീരുമാനം എടുത്തു, ജീവിതം അവസാനിപ്പിക്കുക. എന്നാൽ ഞാൻ അവിടെ കിടന്നുകൊണ്ട് ചിന്തിക്കുവാൻ തുടങ്ങി. ഡോക്ടറോട് പറഞ്ഞു, ഡിസ്ചാർജ് വേണം, വീട്ടിൽ പോകണം. ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ പോകാൻ പറ്റില്ല, ചില ദിവസങ്ങൾ ഇവിടെ കിടക്കണം. പക്ഷെ ഡോക്ടറോട് ബൈ ഫോഴ്സിൽ ഡോക്ടറോട് പറഞ്ഞു, എനിക്കില്ല, പോകണം. ഡോക്ടർ ആ റിക്കവറിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പം എന്റെ പ്രശ്നത്തിന് പരിഹാരം ഞാൻ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ആത്മഹത്യ ചെയ്യുക. എന്നാൽ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു. തിരുവചനം പറയുന്ന ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ അന്ന് അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചിന്തിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ സേവിക്കുന്ന ദൈവങ്ങൾ, ഞാൻ സേവിച്ചിരുന്ന ദൈവങ്ങൾ മനുഷ്യ നിർമ്മിതമായ ദൈവങ്ങളെയാണ് ഞാൻ സേവിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്റെ മാതാപിതാക്കൾ എനിക്ക് വെളിപ്പെടുത്തി തന്ന, ഞാൻ നിന്ന സമുദായ ആചാരങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്ന മനുഷ്യ നിർമ്മിതമായ ദൈവങ്ങൾ കണ്ണുണ്ടായിട്ട് കാണാതെയും കാലുണ്ടായിട്ട് നടക്കാതെയും ഇരിക്കുന്ന മനുഷ്യ നിർമ്മിതമായതിനെ സേവിച്ച് 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 ആരാധിച്ച് ജീവിതത്തിൽ മുൻപോട്ട് കടന്നു പോയപ്പോൾ സത്യദൈവത്തെ തിരിച്ചറിയാതെ പോയി എന്നത്. എന്നാൽ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ സേവിച്ച ദൈവങ്ങളൊക്കെ എവിടെ പോയി? നിങ്ങൾ ഉറങ്ങാൻ പോയോ? നിങ്ങൾ മയങ്ങുകയായിരുന്നോ? നിങ്ങൾ അതോ എന്റെ നേരെ കണ്ണടയ്ക്കുകയായിരുന്നു? ഞാൻ നിങ്ങളെ ഹൃദയം തുറന്ന് സ്നേഹിച്ചു, നിങ്ങൾക്ക് ഞാൻ നേർച്ച കാഴ്ചകൾ നൽകി, ഞാൻ ഉപവസിച്ചു, നൊയമ്പെടുത്തു, നിങ്ങളെ ഞാൻ ആരാധിച്ചു. പക്ഷെ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇന്ന് എന്നോട് പറയുന്നു ആത്മഹത്യ ചെയ്യുക? ഞാൻ അവിടെ വെച്ച് ഒരു തീരുമാനമെടുത്തു. ആത്മഹത്യ ചെയ്യുക എന്ന് തീരുമാനമെടുത്തെങ്കിലും എന്നെ ചിന്തിപ്പിക്കുവാൻ തുടങ്ങി. തിരുവചനം പറയുന്ന അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അപ്പൻ ചോദിച്ചാൽ അപ്പൻ തന്റെ മകന് കല്ലിനെ കൊടുക്കുന്നില്ല, മീനിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ച കാര്യങ്ങൾ, ഞാൻ അവരെ ഒത്തിരി ആശ്രയിച്ചിട്ട്, ഞാൻ അവരെ ഒത്തിരി സ്നേഹിച്ചിട്ട്, എന്റെ വേദനകളിൽ എന്റെ അപ്പന് സഹതാപം തോന്നുന്നില്ല എങ്കിൽ, എന്റെ അപ്പൻ എന്നോട് കരുണ തോന്നുന്നില്ലെങ്കിൽ, ഞാൻ അവിടെ കിടന്നുകൊണ്ട് ചിന്തിച്ചു, എന്നാ പിന്നെ ഇങ്ങനെയുള്ള അപ്പന്മാരെ സേവിച്ചിട്ട് എന്താ ഗുണം? ഇങ്ങനെയുള്ള ദൈവത്തെ സേവിച്ചിട്ട് എന്ത് പ്രയോജനമായിരിക്കും? അവരെന്നോട് പറയുന്നത് ആത്മഹത്യ ചെയ്യാനാ. അങ്ങനെ തീരുമാനമെടുത്ത് ഭവനത്തിലേക്ക് വന്ന് ആത്മഹത്യക്കുള്ള
വഴികൾ ഞാൻ തേടി. പല ആവർത്തി തിയേറ്ററിൽ നിന്ന് കൊണ്ടുവച്ചിരുന്ന സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് വെയിൻ കട്ട് ചെയ്ത് മരിക്കാൻ, ടാബ്ലറ്റുകൾ എടുത്ത് വെച്ച് കഴിക്കാൻ, ഒരിക്കൽ ഞാൻ ചിന്തിച്ചു ടോയ്ലറ്റിനകത്തിരിക്കുന്ന ലോഷൻ കുടിച്ചു മരിക്കാൻ. അപ്പോഴൊക്കെ അനേക പ്രാവശ്യം ഓരോ തടസ്സങ്ങൾ, എന്റെ തൊട്ടടുത്ത് പാർക്കുന്ന ആരെങ്കിലും നെയ്ബേഴ്സ് വന്നു കൊട്ടും, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് തന്നെ വീട്ടിലിടയ്ക്ക് എന്നെ നോക്കാനായിട്ട് അദ്ദേഹം കടന്നു വരും. അങ്ങനെ പല പല പ്രാവശ്യം തടസ്സങ്ങൾ ഉണ്ടായി. അങ്ങനെ ഞാൻ വളരെ വേദനയിലൂടെ, നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ വീട്ടിന് തൊട്ടടുത്ത് പാർക്കുന്ന എന്റെ ഒരു ഫ്രണ്ട്, താനൊരു ഓർത്തഡോക്സുകാരിയാണ്. അവൾ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു ഉപദേശി വരുന്നുണ്ട്. ഉപദേശി എന്ന് കേട്ടപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് ഞാനെന്ന് വിളിക്കുന്നത് കൊട്ടുകാരെന്നാണ്. ദൈവമക്കളെ ഞാനെന്ന് വിശേഷിപ്പിക്കുന്നത് കൊട്ടുകാരെന്ന്. ഈ കൊട്ടുകാരുടെ ഉപദേശിയാണ്. അപ്പൊ ഞാൻ അവളോട് നേരിട്ട് പറഞ്ഞു, കൊട്ടുകാരുടെ ദൈവത്തെ സേവിച്ചിട്ട്, പെന്തിക്കോസുകാരുടെ ദൈവത്തെ സേവിച്ചിട്ട്, അവര് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മക്കൾ ഉണ്ടാകണ്ട, അവര് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു രോഗസൗഖ്യവും വേണ്ട. അപ്പൊ അവൾ എന്നോട് പറഞ്ഞല്ല, നിന്റെ ജീവിതം ഇങ്ങനെ എത്ര കാലം നീ ഇങ്ങനെ ഇരിക്കും? ഒരു വല്ലാത്ത അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുകയാണ്. അപ്പൊ അവളിനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ തൊട്ടടിച്ച ആ ഉപദേശി എന്ന് വിളിച്ചുകൊണ്ട് പോയി നമ്മളെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും വ്യാഴാഴ്ച വൈകിട്ട് സമയങ്ങളിലൊക്കെ ഇവിടെ വരാറുണ്ട്. അന്ന് ഞാൻ സൗദി അറേബ്യയിൽ ജിദ്ദ എന്ന് പറയുന്ന സ്ഥലത്താണ് പാർക്കുന്നത്. അപ്പൊ അദ്ദേഹം കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മോനി ചെന്നിത്തല അവറുകൾ അന്ന് അവിടെ ഞങ്ങൾ പാർക്കുന്ന വില്ലേജിനകത്ത് വരും. അവിടെ കടന്ന് സുവിശേഷവുമായി വന്ന് വീടുകൾ വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ്. എന്നാൽ എന്റെ കൂട്ടുകാരിയുടെ നിർബന്ധപ്രകാരം ഞാൻ ആ കൂട്ടായ്മയിലേക്ക് കടന്നുപോയി. മനസ്സില്ലാ മനസ്സോടെ. എനിക്ക് നന്നേ ചെറുപ്പത്തിൽ ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ദൈവമക്കളായിരുന്നു. അവരെ കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല. സ്കൂളിലൊക്കെ ചെന്നിട്ട് ബെഞ്ചിന്റെ മേളിൽ കയറി നിന്ന് ഭയങ്കരമായിട്ട് അവരെ കളിയാക്കി, കൈകൊട്ടി കളിയാക്കി പാടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അവര് പറയുന്ന അന്യഭാഷയ്ക്കെതിരെ ഞാൻ എന്റേതായ രീതിയിൽ ഭാഷയുണ്ടാക്കി അങ്ങനെ തനിയെ കൈകൊട്ടി പാടും. പിന്നെ ദൈവമക്കൾ ആരെങ്കിലും എന്റെ വീടിന്റെ ഫ്രണ്ടിലൂടെ ഒക്കെ നടന്ന് ഷോർട്ട് കട്ട് കയറി പോകാൻ വന്നാൽ വലിയ മുള്ളുകൾ കൊണ്ട് നിരത്തി വെക്കും. അവരെ കാർക്കിച്ചു തുപ്പുന്നതും ഒക്കെ എനിക്ക് ഒരു രസകരമായിട്ടാണ് തോന്നിയത്. അപ്പൊ അങ്ങനെ ഉള്ളൊരിടത്തേക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ അഭിമാനത്തിന് എന്തോ പ്രശ്നമാകുന്നത് പോലെ തോന്നി. എന്നാ കൂട്ടുകാരിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അവിടെ ചെന്ന് ചില ആഴ്ചകൾ ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. ദൈവമക്കൾ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെ ചില ദിവസങ്ങൾ മുമ്പോട്ട് കടന്നുപോയി. പിന്നത്തേതിൽ ആ പ്രാർത്ഥന അവിടെ നിന്ന് നിർത്തേണ്ടി വന്നു. എന്റെ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയി എന്നറിഞ്ഞപ്പോൾ തന്നെ വലിയ പ്രതികൂലമായി. അതിനുശേഷം എന്റെ ഒരു ബന്ധുവിന്റെ, ജിദ്ദയിൽ തന്നെയുള്ള മറ്റൊരു ബന്ധു, കർത്താവിന്റെ ദാസനും ദാസിയും അനേക വർഷങ്ങളായി കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ഭവനത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നുപോയി. അവിടെ വെച്ചാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാൻ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ എനിക്ക് പെട്ടെന്ന് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ് ജിദ്ദയിൽ ഞാൻ ജോലി ചെയ്തത്. ആ ജോലിയോടുള്ള ബന്ധത്തിൽ വിസ സ്റ്റാമ്പ് ചെയ്യാനായിട്ട് എനിക്ക് നാട്ടിലേക്ക് കടന്നു പോരേണ്ടി വന്നു. എന്നാൽ ആ വിസ സമയത്ത് സ്റ്റാമ്പ് ചെയ്തില്ല. സൗദി കോൺസുലേറ്റ് അത് റിജക്ട് ചെയ്തു. പിന്നത്തേതിൽ ദൈവം അതിന് മുഖാന്തരങ്ങൾ ഒരുക്കി. അങ്ങനെയാണ് ഞാൻ സൗദിയിലേക്ക് മടങ്ങി പോകുന്നത്. അങ്ങനെ സൗദിയിലേക്ക് മടങ്ങി പോകുമ്പോൾ ഞാൻ ഭവനത്തിൽ വന്ന് വീണ്ടും നിരാശ എന്നെ പിടിച്ചു.
എന്റെ ജീവിതത്തിൽ വളരെ ഭാരങ്ങളേറുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മെഡിക്കലി അൺഫിറ്റായി. അവരെ 4-ലധികം പ്രാവശ്യം എന്നെ മെഡിക്കൽ ചെയ്തപ്പോൾ അൺഫിറ്റ് എന്നുള്ള റിപ്പോർട്ടാണ് എനിക്ക് തന്നത്. അങ്ങനെ എന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു. അവരെന്റെ വിസ, എന്റെ പാസ്പോർട്ട് അവിടെ നിന്ന് റിജക്ട് ചെയ്തു. അങ്ങനെ ഞാൻ ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി വന്ന് വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കാൻ തുടങ്ങി. എന്റെ ജീവിതം നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ ജദ്ദയിലുള്ള ഞാൻ പ്രാർത്ഥനയ്ക്കായി കടന്നുപോയ ആന്റി അങ്കിളും എന്റെ ഭവനത്തിലേക്ക് വന്നു എന്നെ കാണുവാനായി. അവരെ നാളുകളേറെയായി എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കാണാൻ വരുമ്പോൾ അങ്കിൾ എന്നോട് ഒരു ഈവനിങ് ടൈമിലാണ് വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നപ്പോ എന്നോട് പറഞ്ഞു, മോളെ, നീ ഇങ്ങനെ ഒത്തിരി ക്ഷീണിച്ച ഒരു വല്ലാത്ത അവസ്ഥയിലാണല്ലോ. സാധാരണ എല്ലാവരും യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് വരുമ്പോൾ 2 വീക്സ് ഒക്കെ എടുക്കുള്ളൂ. നിനക്ക് ഏകദേശം 4 മാസങ്ങൾ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? അദ്ദേഹം എന്നോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. ദൈവസന്നിധിയിലേക്ക് നീ മടങ്ങി വരിക. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാൻ ഏറെ ആഗ്രഹങ്ങളുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതികളുണ്ട്. അദ്ദേഹം പറയുന്നതൊന്നും കേൾക്കാൻ ഞാൻ മനസ്സ് വെച്ചില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കുകയാണ് നാളെ, അതുകൊണ്ട് മകൾ അത്യാവശ്യമായി വരണമെന്നൊക്കെ പറഞ്ഞു. അന്ന് രാത്രി ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ മാനസികമായും സാമ്പത്തികമായും ഒത്തിരി തകർന്ന് വേദനയേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അന്ന് രാത്രി ഞങ്ങളുടെ ഭവനത്തിന് തൊട്ടടുത്താണ് അച്ചൻകോവിലാർ. അച്ചൻകോവിലാറ്റിൽ ചാടി മരിക്കുക, ആ തീരുമാനത്തോടെ രാത്രിയിൽ എഴുത്തെഴുതി വെച്ച് അമ്മ കിടക്കുന്ന കട്ടിലിൽ തലേണയുടെ കീഴിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് രാത്രി 3 മണി കഴിഞ്ഞ സമയത്ത് ഞാൻ ഡോറിന്റെ ലോക്ക് എടുക്കുമ്പോൾ ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഇമ്പമേറിയൊരു ശബ്ദം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം എന്റെ ചെവി മന്ദമായിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ അത്രേ ഞാൻ മുഖം തിരിപ്പാൻ കാരണം. ഇപ്പൊ ഈ അകൃത്യം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വാക്യം. ഞങ്ങളുടെ വീട്ടിൽ ബൈബിളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ അത് ഉപയോഗിക്കാറില്ല. ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ സാമുദായിക ആചാരപ്രകാരമുള്ള കുർബാനക്രമം, അതിനകത്തെ മസുമൂറാകളൊക്കെ ചൊല്ലി, പ്രാർത്ഥനകളൊക്കെ ചൊല്ലി, ആമേൻ, ഞങ്ങൾ അങ്ങനെയായിരുന്നു ജീവിക്കുന്നത്. സന്ധ്യാരാധന കറക്റ്റ് 7 മണിയാകുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയ്ക്കായി ഞങ്ങളുടെ ബുക്കുകളും പുസ്തകങ്ങളും ഒക്കെ പിടിച്ച് ആ പ്രാർത്ഥനയിൽ മുഴുകി ജീവിക്കുമ്പോൾ ബൈബിളിനകത്തെ സത്യങ്ങളൊന്നും മനസ്സിലാക്കാൻ മനസ്സ് വെച്ചിരുന്നില്ല. എന്നാൽ ഈ ശബ്ദം കേട്ടവൻ ഞെട്ടി, ഇതാരാ എന്നോട് സംസാരിക്കുന്നത്? പിന്നെ അടുത്ത ഏകദേശം 24 hours ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഈ ഒരു ശബ്ദം മാത്രമാണ്. രക്ഷിപ്പാൻ കഴിയാതോണം എന്റെ കാര്യം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതോണം എന്റെ ചെവി മന്ദമായിട്ടില്ല. എന്നാൽ അങ്കിളിന്റെ അടുക്കല മീറ്റിങ്ങിന് കടന്നുപോയി. അവിടെയുള്ള ദൈവദാസന്, എന്നെ അദ്ദേഹം കണ്ടിട്ടില്ല മുമ്പെങ്ങും, അദ്ദേഹം എന്നെ കുറിച്ച് കേട്ടിട്ടുമില്ല. അങ്കിളും ആന്റിയും എന്നെ വന്ന് വിളിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. എന്നാൽ പിന്നത്തേതിൽ അത് ദൈവിക ശബ്ദമാണെന്ന് തിരിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ നൽകി. സൗദി കോൺസുലേറ്റ് റിജക്ട് ചെയ്ത പാസ്പോർട്ടിൽ ഞാൻ ആ മീറ്റിങ്ങിന് വേണ്ടി കടന്നുപോയി. അവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ദൈവദാസൻ, ഞാൻ മീറ്റിംഗ് കഴിയുന്ന സമയത്താണ് അവിടെ കയറി ചെല്ലുന്നത്. ആ സമയത്ത് ആ കർത്താവിന്റെ ദാസൻ ദൈവജനമെല്ലാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഓടി വന്ന് എന്റെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെയൊരു വാക്ക് എന്നോട് പറയുകയാണ്. ഇങ്ങനെയൊരു സെന്റൻസ് ആണ് എന്നോട് പറയുന്നത്: എനിക്ക് നിന്നോട് പറയുവാനുള്ള മറുപടി കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം എന്റെ ചെവി മന്ദമായിട്ടില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട അതേ ശബ്ദം
ഇതാരാണ് ഈ സംസാരിക്കുന്നത്? ഇദ്ദേഹത്തിന് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. ഇദ്ദേഹം എന്നെ കണ്ടിട്ടില്ല, മുമ്പെങ്ങും എന്നെ കുറിച്ച് കേട്ടിട്ടുമില്ല. പെട്ടെന്ന് അവിടെ ഇരുന്ന് ദൈവാത്മാവ് സംസാരിക്കുവാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം എന്നോട് എടുത്തു പറയുക, നടക്കത്തില്ല എന്ന് ലോകം പറയുന്ന ഒരു കാര്യം, അസാധ്യമെന്ന് നീ വിധി എഴുതിയിരിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ അസാധ്യത്തെ സാധ്യമാക്കി തീർത്തു. നീ ഏത് രാജ്യത്ത് നിന്ന് കടന്നു വന്നുവോ അതേ രാജ്യത്തേക്ക് ഞാൻ നിന്നെ മടക്കി കൊണ്ടുപോകും. അപ്പൊ ഞാൻ അവിടെ ഇരുന്നോണ്ട് ചോദിച്ചു, സൗദി കോൺസുലേറ്റ് റിജക്ട് ചെയ്ത പാസ്പോർട്ടിൽ വിസ അടിക്കാൻ ആർക്ക് കഴിയും? വീണ്ടും ഒരു വിസ അടിക്കാൻ, അവിടേക്ക് മടക്കിക്കൊണ്ടുപോകാൻ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ആ ദൈവത്തെ സേവിപ്പാൻ തയ്യാറാണ്. അങ്ങനെയാ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, നീ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അദ്ദേഹം എടുത്ത് ദൈവാത്മാവ് പറയുക, എന്റെ വേലയ്ക്കായി ഞാൻ നിന്നെ കണ്ടിരിക്കുക. ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഇവര് സേവിക്കുന്ന ദൈവത്തിന്, ഞാൻ നിന്ദിക്കുന്ന, ഞാൻ ശത്രുവായി എണ്ണുന്ന ഈ ദൈവത്തിന്, ഹല്ലേലൂയ, ഞാൻ കുറ്റപ്പെടുത്തിയ, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന പ്രിയന്മാരും പ്രിയമാരും അല്ലാത്ത ഒരു ദൈവം, വേറെ ഏതോ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എന്റെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ളത് ഹല്ലേലൂയ ഉപദേശിയുടെ വായിൽ നിന്ന് കേട്ടപ്പോ ഒന്ന് ചലഞ്ച് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ തീരുമാനമെടുത്ത് എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് അന്ന് എന്റെ വീട്ടിൽ ഫോൺ സൗകര്യങ്ങളില്ല. ഞങ്ങളുടെ തൊട്ടടുത്ത് പാർക്കുന്ന ഒരു മുസ്ലിമിന്റെ ഭവനത്തിലാണ് പിറ്റേ ദിവസം ഫോൺ കോൾ, ഏഷ്യ പവറിൽ നിന്ന്, ബോംബെയിൽ, നിന്റെ പാസ്പോർട്ടിൽ യൂണിവേഴ്സിറ്റിയുടെ വിസ അടിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ അവരോട് എടുത്ത് ചോദിച്ചു, അതെങ്ങനെയാ? യൂണിവേഴ്സിറ്റി ആ വിസയുടെ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു, 6 months ആക്കി. അങ്ങനെ നിനക്ക് വേഗത്തിൽ കടന്നു പോകാം. ഞാൻ വേഗത്തിൽ അവിടെ നിന്ന് യാത്ര തിരിച്ച് അപ്പൊ ഒരു കാര്യം ജീവിതത്തിൽ തീരുമാനമെടുത്തു. ഞാൻ ഇതുവരെ സേവിച്ചതും ഞാൻ കൊണ്ടു നടന്നതും പ്രിയമാരായി കൊണ്ടു നടന്ന ഒത്തിരി ദൈവങ്ങളുണ്ടായിരുന്നല്ലോ. അവരാരും പ്രവർത്തിക്കാതിരുന്നപ്പം, അവർക്കെന്നെ വിടുവിക്കുവാൻ കഴിയാതിരുന്നപ്പം, അവർക്കെന്റെ പ്രാർത്ഥന കേൾക്കുവാൻ കഴിയാതിരുന്നപ്പം, എന്നെ വിടുവിക്കുവാൻ ഈ തീച്ചൂളയിൽ ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് വേണ്ടി എന്റെ ജീവിതം ഞാൻ വിട്ടുകൊടുക്കുന്ന തീരുമാനമെടുത്തിട്ടാണ് ഞാൻ കേരളം വിട്ട് സൗദി അറേബ്യയിലേക്ക് വന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമേ ഉള്ളൂ. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിവുള്ള ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം ഇസ്രായേലിന്റെ പരിപാലകൻ. അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നതുമില്ല. ആമേൻ. അങ്ങനെ ഞാന് സൗദി അറേബ്യയിൽ വന്നു. എന്റെ പ്രിയപ്പെട്ടവനോട് അന്ന് എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അദ്ദേഹത്തോട് എന്റെ ആഗ്രഹം അറിയിച്ചു, എനിക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് പോകണമെന്നുള്ളത്. പഴയ നമ്മൾ പോയ ആ കൂട്ടായ്മയിലേക്ക് എനിക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഹല്ലേലൂയ, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ഈ ദൈവത്തെ വിട്ടുകളയുവാൻ ഞാൻ തയ്യാറല്ല. എന്നെ വിടുവിച്ച ഒരു ദൈവത്തെ, എന്റെ വിഷയത്തിന്മേൽ മറുപടി നൽകിയ ഒരു ദൈവത്തെ ഞാൻ സേവിപ്പാൻ തയ്യാറാണെന്നുള്ള ഒരു തയ്യാറെടുപ്പോടെ വന്നിരിക്കുമ്പോൾ ഞാൻ ആ കൂട്ടായ്മയിലേക്ക് കടന്നുപോയി. ഒത്തിരി കഷ്ടതകൾ, വേദനയേറിയ അനുഭവങ്ങൾ പിന്നീട് എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ ദൈവസഭയിൽ ചെന്ന് കർത്താവിന്റെ ദാസനോട് പറഞ്ഞ് എനിക്ക് സ്നാനപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയായിരിക്കുമ്പോ ഞാന് ശിശുസ്നാനം സ്വീകരിച്ചിട്ടുണ്ടല്ലോ.
എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന, ദൈവത്തിന്റെ കൽപ്പനയാകുന്ന ജലസ്നാനം, മുഴുകൽ സ്നാനം, അത് ഞാൻ എടുത്തിട്ടില്ല. ഇത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട്, കർത്താവിന്റെ ദാസനോട് എന്ന് പറഞ്ഞു, എനിക്ക് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം. അങ്ങനെ ദൈവകൽപ്പന അനുസരിച്ചു. കർത്താവിന്റെ കൽപ്പനയൊക്കെ അനുസരിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ തോന്നി, ഇനി എനിക്ക് എൻ്റെ കഷ്ടതകളൊക്കെ മാറി എനിക്കൊരു നല്ല കാലം. അങ്ങനെയാ ഞാൻ ചിന്തിച്ചത്. പക്ഷെ അന്നെൻ്റെ കഷ്ടതകൾക്ക് ആരംഭം കുറിക്കുമായിരുന്നോ എന്ന് പിന്നീട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ. പാട്ടുകാരൻ പാടുന്നത് പോലെ, മറായെ മധുരമാക്കി തീർക്കും അവൻ, പാറയെ പിളർന്നു ദാഹം പോക്കും അവൻ, പാറയെ പിളർന്നു ദാഹം പോക്കും അവൻ. ആ മാറായിക്കപ്പുറത്ത് ഒരു മധുരത്തിന്റെ അനുഭവം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കഴിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോ ഞാൻ ഇതെല്ലാം ഊരിക്കളഞ്ഞ് യഥാർത്ഥമായ ഒരു പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക്, വേർപാടിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുവാൻ കാലുകളെടുത്ത് വെച്ച് മുൻപോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ എന്റെ ഭവനത്തിൽ നിന്ന് പുറത്തു പോകുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവൻ എന്നെ ഡിവോഴ്സ് ചെയ്യുവാൻ ഒരുങ്ങി. ഭർത്തൃഭവനത്തിൽ നിന്ന് ശക്തമായ താക്കീത് നൽകി, ഇവിടോട്ട് വരേണ്ട ആവശ്യമില്ല, ഇനി ഇവിടെ കാണും, ഈ പട്ടണത്തിൽ വന്നാൽ ഞങ്ങൾ 3-4 കർശനമാക്കി വെട്ടിക്കണ്ടിക്കും. എന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് എനിക്ക് വിലക്ക് കൽപ്പിച്ചു. എന്റെ മാതാപിതാക്കൾ പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരേണ്ടതായിട്ടില്ല, ഇനി ഇങ്ങോട്ട് വരരുത്. ഞങ്ങളുടെ മാന്യതയ്ക്ക് അത് കേടുവരുത്തി വെച്ച ഒരു വ്യക്തി, ഇങ്ങനെ ഒരു മകൾ ഞങ്ങൾക്ക് ജനിച്ചിട്ടേ ഇല്ല. അങ്ങനെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അന്നേ ദൈവാത്മാവ് പറഞ്ഞു, എന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ കണ്ടിരിക്കുകയാ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വൈദ്യശാസ്ത്രം ഞങ്ങൾക്ക് അന്ന് എഴുതി തന്ന ഒരു കാര്യമുണ്ട്. ഡോക്ടർ ഡയറക്ടർ റിക്കവറിയിൽ വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, മെഡിക്കൽ സയൻസിന് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിന്നിൽ നിന്നൊരു തലമുറ ജനിക്കുക എന്നുള്ളത്. നന്ദിയുള്ള ഹൃദയത്തോടെ സർവശക്തനായ ദൈവത്തെ അറിഞ്ഞത് നിമിത്തം ഹല്ലേലൂയ, ആ ശബ്ദം തിരിച്ചറിഞ്ഞ ശബ്ദത്തിനനുസരിച്ച് എന്റെ കാലുകളെ ചലിപ്പിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്നവൻ, പാഴും ശൂന്യവും ആയിക്കിടന്ന ഒരു ഭൂമിയെ, പാഴായി കിടന്ന ഒരു ഭൂമിയെ രൂപഭംഗിയുള്ള ഭൂമിയാക്കി തീർത്തതുപോലെ അനുഗ്രഹീത 3 മക്കളുടെ മാതാവായി തീരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. വൈദ്യശാസ്ത്രം പറഞ്ഞത് നടക്കില്ല. വൈദ്യശാസ്ത്രം പറഞ്ഞു അത് സംഭവിക്കുകയല്ല. എന്നാൽ എന്റെ യേശു മെഡിക്കൽ സയൻസിന്റെ റിപ്പോർട്ടുകളെ ഡിലീറ്റ് ചെയ്ത് എന്റെ കർത്താവിനാൽ സകലതും സാധ്യമാണെന്ന്, സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാ, അവനാൽ കഴിയാത്തതായി യാതൊരു കാര്യങ്ങളുമില്ല. ആമേൻ. ആ ദൈവത്തിന് മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. മനുഷ്യൻ നിർമ്മിച്ച ഒത്തിരി ദൈവങ്ങൾ ഭൂമിയിൽ ഉണ്ടാകും, അതൊന്നും തേജസ്സിന്റെ ദൈവമല്ല. ആമേൻ. അഗ്നിജ്വാലയ്ക്കൊച്ച കണ്ണുകളോട് കൂടിയവൻ, ഉലയിലിട്ട് ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളോട് കൂടിയവൻ, മാറത്ത് പൊൻകച്ചു കെട്ടി നിലയങ്കി ധരിച്ചവനായി നമ്മുടെ അടുക്കൽ അല്ലലിയ നടുവിലൂടെ ഉലാച്ചിക്കൊണ്ടിരിക്കുന്നവൻ, അവനത്രേ സർവശക്തനായ ദൈവം. അവന്റെ പേരത്രേ യേശു ക്രിസ്തു. ആ ഒരു ദൈവത്തിന് മാത്രമേ സാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ സാധ്യമായിട്ടുള്ളൂ. അവന് മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടികളെ തരുവാൻ കഴിയുകയുള്ളൂ. ആമേൻ. മറ്റുള്ളതെല്ലാം മൺകീടങ്ങളാണെന്ന്. ഹല്ലേലൂയ.
ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ പിന്നത്തേതിൽ ദൈവം കൃപ നൽകി. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തു. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി അവൻ എൻ്റെ ജീവിതം വിട്ടുകൊടുത്തുകൊണ്ട് ഭവനത്തിൽ നിന്ന് ഒത്തിരി നിന്ദകളും അപമാനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഒത്തിരി സഹിക്കേണ്ടി വന്നെങ്കിലും അറിഞ്ഞ ദൈവത്തിന് വേണ്ടി ഞാൻ വില കൊടുത്തു നിന്നു. കഷ്ടപ്പാടുകളിലൂടെ ഒത്തിരി സിസ്റ്റർ, ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രതികൂലങ്ങൾ വന്നത് എന്തെങ്കിലും ഓർമ്മയിലോ ഉള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ്. ഒന്ന് രണ്ടെണ്ണം ഒന്ന് പറഞ്ഞാല് നമുക്കത് പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരും. ഓർമ്മയില്ല. ഞാൻ കർത്താവിനെ അറിഞ്ഞു വന്ന് 2004 വരെ സൗദി അറേബ്യയിൽ ജോലിയോടുള്ള ബന്ധത്തിൽ നിന്നും 2004 ഞാൻ ഇവിടെ മാഞ്ചസ്റ്ററിലേക്ക് വരുന്നത്. മാഞ്ചസ്റ്ററിലേക്ക് വരുമ്പം എനിക്കറിയാവുന്നതുപോലെ വീട്ടില് പ്രാർത്ഥനയൊക്കെ ആരംഭിച്ചു. ഞാൻ യേശുവിനെ കുറിച്ചൊക്കെ പറയും. പക്ഷെ കർത്താവിനോട് പല ആവർത്തി ദൈവാത്മാവ് അറിയിച്ചു, എന്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ കണ്ടിരിക്കുന്നത്. പക്ഷെ കർത്താവിനോട് ഞാനൊരു കാര്യം പറഞ്ഞു, കർത്താവ് ഒരു കാര്യം മാത്രം ഞാൻ ചെയ്യില്ല, പൂർണ്ണമായും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങില്ല. കർത്താവിനോട് പറഞ്ഞ് ഞാനൊരു നേഴ്സായി ജോലി ചെയ്ത് എനിക്ക് ലഭിക്കുന്ന നന്മകളൊക്കെ ദൈവത്തിന് വേണ്ടി കൊടുത്തോണ്ട് ഞാൻ ദൈവത്തെ സേവിച്ചോളാം. കർത്താവ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് തരുന്നത് നീ എനിക്ക് മടക്കി തരേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടത് നിന്റെ സമ്പത്തല്ല, എനിക്ക് വേണ്ടത് നിന്നെയാ. എന്നാൽ പിന്നത്തേതിൽ ഞാൻ എന്റെ ജീവിതത്തെ വിട്ടുകൊടുത്തു. ഒത്തിരി അനുഭവങ്ങളിലൂടെ ഒരു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവാത്മാവ് സംസാരിക്കുവാൻ തുടങ്ങി. 3 രാത്രികൾ ദൈവാത്മാവിന്റെ ബൈബിള്, ഒരു കയ്യിൽ പിടിച്ച ഒരു ബൈബിൾ. ആദ്യമൊന്നും എനിക്കത് കാണുമ്പോൾ ഒന്നും മനസ്സിലായില്ല. 3-ാമത്തെ രാത്രിയിൽ ദൈവാത്മാവിനോട് പറഞ്ഞ് രാത്രി 1:30 മണി കഴിഞ്ഞ സമയത്ത് കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് താഴത്തെ ഫ്ലോറിലേക്ക് വന്ന് അവിടെ ഇരുന്ന് ആരാധിക്കുവാൻ തുടങ്ങി. അപ്പം ദൈവാത്മാവ് എന്നോട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങണമെന്നുള്ള ഒരു ആഹ്വാനമാണ്. പക്ഷെ അതെനിക്ക് ഇഷ്ടമില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് ബെന്തക്കോസ് പാരമ്പര്യമില്ല, ഞാൻ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളല്ല. 3 എനിക്ക് വൈഭവങ്ങളില്ല. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ അറിഞ്ഞതുപോലൊക്കെ ദൈവത്തെ പറയും. പക്ഷെ പൂർണ്ണമായും ഈ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ഞാൻ വിസമ്മതിച്ചു. എന്നാൽ 3-ാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ആ ചോദ്യം എന്നെ വല്ലാതെ അത് അന്ന് അമേരിക്കയിലുള്ള ഒരു പ്രയർ ലൈനിൽ എന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചു. അതേ ചോദ്യം എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗത്തിൽ എഴുന്നേറ്റ് എന്നെ വിളിച്ച നമ്പറിൽ തിരിച്ച് ഡയൽ ചെയ്ത് ഞാനത് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് ഒത്തിരി കഷ്ടതകൾ. ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ടവൻ 2007 അന്ന് എന്റെ മൂത്ത കുഞ്ഞിന് 6 വയസ്സ് കഴിയുന്നതേ ഉള്ളൂ. 6 വയസ്സ് കഴിഞ്ഞു. 2-ാമത്തെ ഒരു കുഞ്ഞ്, ലോകം ഞങ്ങളോട് വൈദ്യശാസ്ത്രം ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ മക്കളുണ്ടാകില്ല. എന്നാൽ 2-ാമതൊരു കുഞ്ഞിനെ കൂടെ ദൈവം ദാനമായി തന്നു. ആ കുഞ്ഞിന്റെ പേര് ജോൺ എന്നാണ്. ആ കുഞ്ഞിന് 15 ദിവസം പ്രായമുള്ളപ്പോൾ ദൈവികമായ സന്ദർശനം ഭവനത്തിലുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവൻ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് കൊണ്ടിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ടേബിളിന്റെ അടുത്ത് ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു സൈഡിലോട്ട് കോടിക്കോടി പോകുന്നത് പോലെ, ഫിക്സ് അടിച്ചു പോകുന്നത് പോലെ. ഞാൻ വിചാരിച്ചു ഇനി അദ്ദേഹം പെട്ടെന്ന് എന്തെങ്കിലും ആക്ഷൻ കാണിക്കുമായിരിക്കും, ഞങ്ങളെ ചിരിപ്പിക്കാനെന്ന് വെച്ച് ഞാൻ അദ്ദേഹത്തിന് തോളിൽ പോയി തട്ടി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചലനമറ്റിരിക്കുകയാണെന്നുള്ള കാര്യം കുറച്ച് സമയം കഴിഞ്ഞ് തോളിൽ ചെന്ന് തട്ടിയപ്പോ അതേ ഫോഴ്സിൽ അദ്ദേഹം പുറകോട്ട് വീണു. ആ കസേരയിൽ നിന്ന് നിലത്ത് വീണ് കഴിഞ്ഞപ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഞാനെന്ന് 2-ാമത്തെ കുഞ്ഞിന് ജന്മം കൊടുത്തതിന് 15 ദിവസമേ പ്രായമായി.
കുഞ്ഞിന് 15 ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. പെട്ടെന്ന് ഞാൻ ഇദ്ദേഹത്തിന്റെ ശരീരം നേരെ പിടിച്ചു കിടത്തി. പൾസൊക്കെ പിടിച്ചു നോക്കിയപ്പോ റേഡിയൽ പൾസ് ഇല്ല, ബ്രേക്കിയൽ പൾസ് ഇല്ല, കരോട്ടിഡ് പൾസ് ഒക്കെ പിടിച്ചു നോക്കി, ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ കളർ മാറാൻ തുടങ്ങി. ഞാൻ ആ നേരെ പിടിച്ചു കിടത്തിയ ശരീരം അദ്ദേഹത്തിന് കുറെ സമയം കഴിഞ്ഞപ്പോ കണ്ണ് പകുതി തുറന്നിരിപ്പുണ്ട്. ഞാൻ ആ ശരീരത്തിന്റെ അടുക്കൽ ചെന്ന് എനിക്ക് അലറിക്കരയണമെന്നുണ്ട്, CPR കൊടുക്കണമെന്നുണ്ട്, ആംബുലൻസ് വിളിക്കണമെന്നുണ്ട്. എന്റെ കൈകൾ ചലിക്കുന്നില്ല. പക്ഷെ ആ ഫോൺ എടുത്ത് ആംബുലൻസ് വിളിക്കുവാൻ എന്റെ കൈകൾ ചലിക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചു നിൽക്കുകയാ. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ശരീരത്തിന് മുൻപാകെ ഓടിച്ചെന്ന കണ്ണുകൾ തിരുമ്മി അടച്ചു. കാരണം എനിക്കറിയാം, ഒരു നേഴ്സായി എനിക്കറിയാം, ചലനം പറ്റിയ ഒരു ശരീരം, ജീവൻ പോയ ഒരു ശരീരം പെട്ടിക്കകത്ത് പിന്നീട് തിരിച്ചു കയറ്റണമെങ്കിൽ അത് കണ്ണൊക്കെ തിരുമ്മി അടച്ച് കൈകളും കാലുകളും ഒക്കെ കൂട്ടി കെട്ടി പിടിച്ചു വെക്കണമെങ്കിൽ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ 10 വിരലുകളും ഒക്കെ കോർത്ത് ഇങ്ങനെ പിടിപ്പിച്ചു. എന്നിട്ട് കാലുകൾ രണ്ടും അടുപ്പിച്ചു വെച്ചു. കെട്ടാൻ കണ്ണുകൾ തിരുമ്മി അടച്ചു. എന്നിട്ട് മൂത്ത കുഞ്ഞിന്റെ തോളിലേക്ക് കൈയിട്ടിട്ട് കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞു, പപ്പ നമ്മളെ വിട്ടുപോയി, നമുക്കിനി ഈ ഭൂമിയിൽ ഒരു പപ്പയില്ല. 15 ദിവസം മാത്രം പ്രായമുള്ള മോസസ് ബാസ്ക്കറ്റിനകത്തിരിക്കുന്ന ജോണിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ജോൺ, ഈ ഭൂമിയിൽ നമ്മൾ അനാഥരായി, നമുക്കിനി ആരുമില്ല. എന്നിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവന്റെ ശരീരത്തിനും തൊട്ടടുത്ത് ഇടത്തെ ഷോൾഡറിന്റെ ഭാഗത്ത് മുട്ടുമടക്കി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആ ഷോൾഡറിൽ കൈവച്ചിട്ട് എന്റെ ഇടത്തുകരം അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ കൈവച്ച് ശരീരത്തേക്ക് വെച്ചു. എന്നിട്ട് വലത്തെ കരം ഉയരങ്ങളിലേക്ക് ഉയർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നീ എന്നെ വിളിച്ച് വേർതിരിച്ചു. വിഗ്രഹങ്ങളെ സേവിച്ച് നടന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ദൈവമല്ലാത്തതിനെ സേവിച്ച് നടന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എന്നാൽ സത്യദൈവത്തെ തിരിച്ചറിയാൻ ദൈവം എനിക്ക് അന്ന് എന്നോട് പറഞ്ഞ ഒരു വാക്തത്വമുണ്ട്, നിന്നെയും നിന്റെ കുടുംബത്തെയും ഭൂമിയുടെ അറ്റത്തോളം എന്റെ പെട്ടകത്തിന് സാക്ഷ്യം വഹിപ്പാൻ ഞാൻ കൊണ്ടുപോകുമെന്നുള്ളത്. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്റെ പ്രിയപ്പെട്ടവൻ എന്നെ വിട്ടു പിരിഞ്ഞു പോയി, ഈ പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്നറിയാതെ വേദനയോടെ ഭാരത്തോടെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഞാന് അവിടെ നിന്ന് എഴുന്നേറ്റ് ദൈവത്തോട് ചോദ്യം ചോദിക്കുവാൻ തുടങ്ങി. അപ്പാ, അങ്ങ് വാക്ക് പറഞ്ഞ ദൈവമാണ്, അങ്ങ് വ്യാജത്തിന്റെ ദൈവമല്ല. അങ്ങൊരു വാക്ക് പറഞ്ഞാൽ അത് ഉവ്വ ഉവ്വ എന്ന. അങ്ങനെയെങ്കിൽ അങ്ങയുടെ വാക്തത്വം എവിടെയാ? ലോർഡ്, വേർ ഈസ് യുവർ പ്രോമിസ്? ദൈവത്തോട് ചോദ്യം ചോദിക്കുവാൻ തുടങ്ങി. എന്നിട്ട് വേഗത്തിൽ ഞാൻ ഫോൺ എടുത്തിട്ട് എന്റെ കർത്താവിന്റെ ദാസനെ വിളിച്ചു. അപ്പൊ അദ്ദേഹം പാർക്കുന്നത് ഞങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് അകലെയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, വേഗത്തിൽ ആംബുലൻസ് വിളിക്കുക. ഞാൻ ആംബുലൻസ് അദ്ദേഹത്തിന്റെ വാക്കിനെ മാനിച്ചു ആംബുലൻസ് വിളിക്കുമ്പോൾ ആംബുലൻസുകാരോട് പറഞ്ഞു, എന്റെ അൺറെസ്പോൺസീവാണ്. ആംബുലൻസ് വേഗത്തിലെത്തി. ആംബുലൻസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവൻ ചാടി എഴുന്നേറ്റു. നാം സേവിക്കുന്ന ദൈവം വ്യാജത്തിന്റെ ദൈവം. ആമേൻ. നിത്യജീവന്റെ ദാതാവായവൻ മരിച്ച് നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയ്ക്കരികിൽ ചെന്ന് നിന്നുകൊണ്ട്
ലാസറെ പുറത്തു വരിക എന്ന് പേർ ചൊല്ലി വിളിച്ചപ്പം ലാസർ പുറത്തു വന്നെങ്കിൽ അമ്മേ, ആ ദൈവത്താൽ അത്ഭുതങ്ങൾ നടക്കും. ആ ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവൻ ചാടി എഴുന്നേറ്റ് ആംബുലൻസുകാർ വരുമ്പം കണ്ട കാഴ്ച, അദ്ദേഹം ഉടനെ മുകളിലേക്ക് കയറിപ്പോയിട്ട് അദ്ദേഹം തിരിച്ചിറങ്ങി വന്നു താഴത്തെ ഫ്ലോറിലേക്ക്. അപ്പൊ അവരത് കണ്ടപ്പം എന്താ സംഭവിച്ചതെന്ന് അവർക്കും മനസ്സിലാകുന്നില്ല. ഒരു അൺറെസ്പോൺസീവായി ചലനം പറ്റി കിടക്കുന്ന ഒരു ശരീരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആംബുലൻസ് വിളിച്ചത്. പക്ഷെ അവര് വരുമ്പോ അങ്ങനെ ഒരു കാര്യം കാണുന്നില്ല. അപ്പൊ അവരെന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവര് പോവുകയും ചെയ്തു. ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ, ഒത്തിരി കഷ്ടതയേറിയ അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒത്തിരി കടത്തിവിട്ടു. എനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ, ഭാരങ്ങൾ വന്നു. ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ മറുതലിച്ച് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ആമേൻ നിൽക്കും, പക്ഷേ കർത്തൃവേലയ്ക്ക് വേണ്ടി ഇറങ്ങത്തില്ല എന്നുള്ള തീരുമാനം ദൈവം അതിനെ മാറ്റിമറിച്ചു. കർത്താവിന്റെ വേലയ്ക്കായിട്ട് ദൈവം പുറത്തെടുത്തു. ഒത്തിരി ഭാരങ്ങൾ ഉണ്ടായിരുന്നു. കർത്താവിന്റെ നാമത്തിന്റെ കൽപ്പന അനുസരിച്ചപ്പം ഞാൻ ദൈവത്തോട് എന്ന് പറഞ്ഞു, കർത്താവേ, ഈ ഭൂമിയിൽ എന്നോടുകൂടെ പാർക്കുവാൻ എനിക്ക് നൽകിയ പുരുഷൻ അദ്ദേഹം ദൈവത്തെ അറിയണം. ഞാൻ ആദ്യമേ ദൈവത്തോട് എന്ന് ചോദിച്ചതായിരുന്നു. ദൈവിക സന്ദർശനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവന്റെ മേലുണ്ടായി. അങ്ങനെ അദ്ദേഹം കർത്താവിന് വേണ്ടി കർത്താവിന്റെ കൽപ്പന അനുസരിച്ചു. പിന്നെ ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞത്, എന്റെ മാതാപിതാക്കൾ ഒരിക്കലും ദൈവത്തെ അറിയാൻ സാധ്യതയില്ലാത്ത, അവരിതിന് വളരെ എതിരായിരുന്നു. ഞാൻ കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഈ ഭൂമിയിൽ എനിക്ക് ജന്മം നൽകുവാൻ ഉപയോഗിച്ച എന്റെ മാതാപിതാക്കൾ അവർക്ക് നിത്യത നഷ്ടമാകുന്നത് ഉണ്ടായി. ഞാൻ സേവിക്കുന്ന ദൈവത്തെ സേവിപ്പാൻ അവരെ പുറത്തെടുക്കാം. അങ്ങനെ എന്റെ മാതാപിതാക്കൾ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് 12 വർഷം എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. മടുത്തുപോകാതെ. ദൈവത്തിന്റെ വചനം നമ്മളോട് അങ്ങനെയാണ് പറയുന്നത്, മടുത്തുപോകരുതെന്ന്. മടുത്തുപോകാതെ പ്രിയ പിതാവിനെ ദൈവം സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു ദിവസം രാവിലെ, ഒരു ഞായറാഴ്ച പ്രഭാതത്തിൽ ദൈവാലയത്തിലേക്ക് ഓർത്തഡോക്സ് ആരാധനയ്ക്കായിട്ട് കടന്നുപോയിട്ട് പള്ളിയിൽ നിന്ന് വന്ന ഭവനത്തിൽ ഒരല്പം കഞ്ഞി കുടിക്കാനായി അപ്പച്ചൻ കഞ്ഞിയുടെ മുമ്പിൽ ടേബിളിന്റെ അടുത്ത് ചെയറിലിരിക്കുക. പെട്ടെന്ന് അദ്ദേഹം പാരലൈസ്ഡ് ആയി, സ്ട്രോക്ക് ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു സൈഡ് പാരലൈസ്ഡ് ആയി അദ്ദേഹം അൺകോൺഷ്യസ് ആയിപ്പോയി. എന്നാൽ എന്റെ വീട്ടിൽ അന്ന് കർത്താവിന്റെ ഒരു ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ നിരന്തരം ഞങ്ങളോടുള്ള സ്നേഹം നിമിത്തം എല്ലാ ആഴ്ചകളിലും ഞങ്ങളുടെ വീട് വിസിറ്റ് ചെയ്യുന്ന ദൈവദാസന്മാർ, അന്ന് അതിന്റെ തൊട്ടടുത്തുള്ള ദൈവസഭയുടെ ദൈവദാസൻ എന്റെ പ്രിയ മാതാവ് കർത്താവിന്റെ ദാസനെ ഫോൺ ചെയ്തു. അദ്ദേഹം ഓടി വീട്ടിലെത്തിയപ്പം കാണുന്ന കാഴ്ച കഞ്ഞിക്കകത്ത് മുഖം വെച്ച് കിടക്കുന്ന എന്റെ പ്രിയ പിതാവിനെയാണ്. അപ്പൊ എന്റെ പ്രിയ കർത്താവിന്റെ ദാസന് മനസ്സിലായി, എന്റെ പ്രിയ പിതാവ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗ്യാസ്പിംഗ് സ്റ്റേജിലേക്ക് മാറുകയാണ്. പെട്ടെന്ന് അദ്ദേഹം എന്നെ ഫോൺ ചെയ്തു, ആന്റി, ഇവിടെ നിന്ന് യാത്ര തിരിക്കണം, അപ്പച്ചന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് കാലങ്ങൾക്ക് മുൻപേ എന്നോട് പറഞ്ഞു, ദൈവിക വാക്തത്വം എന്റെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ ഞാൻ കാണും. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ ഇവര് മരണം കാണുകയില്ല എന്നുള്ള ഒരു ദൈവിക ശബ്ദം നാളുകൾക്ക് മുൻപ് കേട്ടിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല, എന്റെ കർത്താവിന്റെ കൽപ്പന അനുസരിക്കാതെ എന്റെ പ്രിയ പിതാവിൽ ഭൂമിയിൽ നിന്ന് പോകില്ല. കർത്തൃദാസൻ പറഞ്ഞല്ല, ഇപ്പോൾ തന്നെ യാത്ര തിരിക്കണം. അങ്ങനെ അദ്ദേഹത്തെ കൊല്ലകടവിൽ നിന്ന് കർത്താവിന്റെ ദാസൻ കയ്യിൽ കോരിയെടുത്താണ് സെഞ്ച്വറി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുചെന്ന്
2 ദിവസങ്ങൾ അദ്ദേഹം അൺകോൺഷ്യസ് ആയിട്ട് കിടന്ന് അദ്ദേഹത്തെ നോക്കിയ ഡോക്ടേഴ്സ് ഉത്തരവാദിത്തപ്പെട്ടവരാരാണെന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തിന്റെയും രോഗമൊക്കെ കണ്ടുപിടിക്കാൻ ഒത്തിരി വൈകി. എന്നാൽ പിന്നത്തേതിൽ അദ്ദേഹത്തിന്റെ രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, നാളുകളേറെയായി അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ നിന്ന് ബ്ലഡ് ലീക്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഒരു ബ്ലഡ് വെസൽ ബ്ലഡ് ക്ലോട്ട് കൊണ്ട് ബ്ലോക്ക് ആയിട്ട് അദ്ദേഹത്തിന്റെ ശരീരം പാരലൈസ്ഡ് ആയി. അപ്പൊ അദ്ദേഹത്തിന് 73 years ഓൾഡ് ഉണ്ട്. ആ ഒരു പ്രായത്തിൽ ഒരു ബ്രെയിൻ സർജറി ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഡോക്ടേഴ്സിനോട് അതിന് പെർമിഷൻ കൊടുത്ത് അവരെ സർജറിക്കായി കയറ്റുമ്പോൾ അപ്പൊ അദ്ദേഹത്തിന് ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കോൺഷ്യസ് ആയി അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരം ചലിക്കുന്നില്ല. എന്നാൽ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ഞാൻ ഫോണിലൂടെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഫോണ് ചെവിയുടെ അടുക്കലേക്ക് കൊണ്ടുവച്ചു കൊടുക്കും. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, പ്രിയ പിതാവ്. അദ്ദേഹത്തിനെ സർജറിക്ക് വേണ്ടി കൊണ്ടുപോകുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞു, എന്റെ ശരീരം ഇന്ന് ചലനമറ്റതാണ്, അനങ്ങുന്നില്ല, നാവ് ചലിക്കുന്നുണ്ട്, പക്ഷേ എന്റെ മകൾ സേവിക്കുന്ന ദൈവത്തിന് എന്നെ വിടിവിക്കുവാൻ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ അപ്പച്ചനോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഫോണിലൂടെ. ഞാൻ പല ആവർത്തി ഭവനത്തിൽ വന്ന് ദൈവദാസന്മാർ രക്ഷിക്കപ്പെടാൻ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ അപ്പച്ചൻ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ അപ്പച്ചൻ പറഞ്ഞു, അങ്ങനെ ഒരു ദൈവം, ആ ദൈവത്തിന് എന്നെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റാൻ കഴിയുമെങ്കിൽ ഞാൻ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്നുള്ള തീരുമാനം പിതാവ് എടുത്തു. അദ്ദേഹത്തിന് ബ്രെയിൻ സർജറി കഴിഞ്ഞു. കയ്യിൽ കോരിയെടുത്തു കൊണ്ടുപോയ പിതാവിനെ തീരുമാനത്തിന് മുമ്പിൽ, എന്റെ പ്രിയ പിതാവിന്റെ തീരുമാനത്തിന് മുമ്പിൽ ദൈവം ഇറങ്ങിച്ചു. അദ്ദേഹത്തെ സൗഖ്യമാക്കി. കോരിയെടുത്തു കൊണ്ടുപോയ പിതാവിന് കാലുകൾ എടുത്ത് നടന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് ഭവനത്തിലേക്ക് മടങ്ങി വന്നു. കർത്താവിന്റെ കൽപ്പന അനുസരിച്ചു. അങ്ങനെ പ്രിയ മാതാപിതാക്കൾ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിപ്പാനിടയിൽ പിന്നെയും ദൈവിക സന്ദർശനങ്ങൾ ഭവനത്തിലുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവൻ ഒരിക്കല് ഇന്നലെ പോലെ ഓർക്കുന്നു, വയറ്റുവേദനയാണെന്ന് പറഞ്ഞ് അദ്ദേഹം മൂത്രം ഒഴിക്കുമ്പോൾ ഇവിടെ ബ്ലഡാണ് വരുന്നത്. ഒരു ദിവസം വേദന സഹിക്കാൻ വലിയ വേദന, സഹിക്കാൻ കഴിയാത്ത വേദന. അങ്ങനെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. ഇവിടുത്തെ ജനറൽ പ്രാക്ടീഷണർ ഞങ്ങളെ നോക്കിയതിനു ശേഷമാണ് ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തത്. അദ്ദേഹം നോക്കിയിട്ട് എക്സാമിനേഷൻ പറഞ്ഞു, ഇന്റേണലി വലിയൊരു മാസ് കണ്ടിരിക്കുന്നു, അത് പ്രോസ്റ്റേറ്റ് ആണ്. അത് വേഗത്തിൽ അതിന്റെ ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി, ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനനുസരിച്ചായിരിക്കും പിന്നീടുള്ള ട്രീറ്റ്മെന്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്ലഡ് ഒക്കെ എടുത്തു. ബ്ലഡ് എടുത്ത് 2 മണിക്കൂറിനുള്ളിൽ ഡോക്ടർ ഞങ്ങളെ വിളിച്ചു. ബ്ലഡിനകത്ത് അബ്നോർമൽ സെൽസ് കണ്ടിരിക്കുന്നു, എന്ന് പറഞ്ഞാൽ ക്യാൻസർ സെൽസ്. ഡോക്ടർ ഞങ്ങളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, പ്രോസ്റ്റേറ്റിന് ക്യാൻസർ ആണ്. ഹല്ലേലൂയ. എന്നാൽ വളരെ വേദനയേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ആ രോഗനിമിത്തം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കും. ആ രോഗനിമിത്തം ഒരു പാരസിറ്റമോൾ പോലും കഴിക്കാൻ തയ്യാറല്ല. അങ്ങനെ അദ്ദേഹം ഞങ്ങൾ ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ആ ഡോക്ടർ എടുക്കെ ചെന്ന് ഒരിക്കൽ കൂടെ ഈ ബ്ലഡ് സാമ്പിൾ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടാം. ഇവിടെ ബ്രിട്ടനിൽ അവര് എടുത്ത ബ്ലഡ് റിപ്പോർട്ടുകൾ
തെറ്റാണെന്നുള്ളത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ്. അപ്പൊ ഡോക്ടർ ഞങ്ങളെ അതിനു മുൻപേ വിളിച്ചിട്ട് ഈ രോഗം ഇന്നതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, കീമോതെറാപ്പി ആണോ റേഡിയേഷൻ ആണോ അത് വീണ്ടും ഡിസ്കസ് ചെയ്യാനായി ലെറ്റർ അയക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ വിട്ടു. അപ്പൊ ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ബ്ലഡ് റിപ്പീറ്റ് ചെയ്യാൻ വീണ്ടും തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ആ ഡോക്ടർ എടുക്കാൻ ചെന്ന് ആവശ്യപ്പെട്ട് നല്ലവനായ ആ ഡോക്ടർ ആ ബ്ലഡ് സാമ്പിൾ വീണ്ടും എടുത്തു. ഇപ്രാവശ്യം ഞങ്ങൾ വിശ്വസിച്ചു. ഞാൻ ആ സമയത്ത് മറ്റൊരു രാജ്യത്തേക്ക് ദൈവജനം പറയാനായിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുക. ഞാൻ കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് ഒരു ക്യാൻസർ രോഗിയാണെന്ന് പ്രസംഗിക്കാൻ ഞാൻ പോകില്ല. ക്യാൻസർ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകിയ ഒരു ദൈവത്തെ കുറിച്ച് വിളിച്ചു പറയാൻ ഞാൻ പോകും. ആമേൻ. അബ്നോർമൽ സെല്ലുകളെ നോർമൽ സെല്ലുകളാക്കി രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ 18 വർഷമോ 12 വർഷമോ 38 ആണ്ടോ രോഗത്തിന്റെ കാലപ്പഴക്കം എന്റെ ദൈവത്തിനൊരു പ്രശ്നമല്ല. യേശു തൊട്ടാൽ, യേശുവിനെ തൊട്ടാൽ, അവന്റെ നിലനിൽക്കാൻ രോഗസൗഖ്യം വ്യാപരിക്കും. അങ്ങനെ കർത്താവേ സൗഖ്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു വിവരവും ഇല്ല. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബ്ലഡ് സാമ്പിൾ എടുത്തിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഈ രോഗമാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് കീമോയാണോ റേഡിയേഷൻ എന്നുള്ളതൊക്കെ ഓപ്ഷൻസ് പറയാൻ ഞങ്ങൾ ലെറ്റർ അയക്കുമെന്ന് പറഞ്ഞു. ഇതുവരെയും ലെറ്ററും വന്നിട്ടില്ല. പെട്ടെന്ന് അദ്ദേഹം ആ ഫോൺ എടുത്ത റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, ഞാൻ സിസ്റ്റം ഒന്ന് ഓപ്പൺ ആക്കി ആ റിപ്പോർട്ട് ചെക്ക് ചെയ്യട്ടെന്ന് പറഞ്ഞു. റിപ്പോർട്ട് ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഇതിനകത്തിൽ അബ്നോർമാലിറ്റീസ് ഒന്നും കാണുന്നില്ല, എല്ലാം നോർമലാണ് റിപ്പോർട്ട് കാണുന്നത്. എന്നാൽ ആ ലേഡി, ബ്രിട്ടീഷുകാരിയായ ലേഡി എന്നോട് പറഞ്ഞു, ലെറ്റ് ദ ഡോക്ടർ ടു സ്പീക്ക് ടു യു. അങ്ങനെ ഡോക്ടർ ഞങ്ങളെ ഡോക്ടർ വിളിച്ചിട്ട്, അതൊരു അത്ഭുതം, അതൊരു മിറക്കിൾ തന്നെയായി. ഡോക്ടർ പറഞ്ഞു, there is no abnormal cell. അങ്ങനെ ഉള്ള ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അവനത്ര ഏക സത്യം മാത്രമേ നമ്മെ സൗഖ്യമാക്കുവാൻ, പാപവിമോചനമാകട്ടെ, രോഗസൗഖ്യമാകട്ടെ, അതിൽ നിന്നൊരു വിടുതൽ നൽകാൻ കഴിവുള്ളവൻ സർവശക്തനായ ദൈവം അദ്ദേഹത്തെ സൗഖ്യം. രോഗത്തിന്റെ പേര് പോലും പൂർണ്ണമായും ദൈവം അതിൽ തന്നെ സൗഖ്യം. ഒത്തിരി ഭാരങ്ങളേറിയ കഷ്ടപ്പാടുകളിലൂടെ, അനുഭവങ്ങളിലൂടെ ദൈവം ഞങ്ങളെ കടന്നു. പിന്നത്തേതിൽ ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ 1-2 അനുഭവങ്ങളിലൂടെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, മക്കൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് വൈദ്യശാസ്ത്രം പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ കർത്താവ് സർവശക്തനായ ദൈവം 3 മക്കളുടെ മാതാവാക്കി തീർത്തെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ 2ാമത്തെ പൈതലിന്റെ പേര് ജോൺ എന്നാണ്. ഈ ജോൺ ജനിക്കുന്നതിന്റെ 5 വർഷം മുമ്പ് 2002 ഒരു ദൈവത്തിന്റെ ദാസൻ എന്നോട് ഒരു ദൂത് പറഞ്ഞു, ശുശ്രൂഷയ്ക്കായി താങ്ങായി ഒരു യോഹന്നാനെ ഏൽപ്പിച്ചു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഒരു യോഹന്നാൻ എന്റെ ദൈവം നൽകിയിട്ടുണ്ടല്ലോ, അതായിരിക്കുമെന്ന് ചിന്തിച്ചത്. എന്നാൽ ശുശ്രൂഷയ്ക്ക് താങ്ങായി ഒരു യോഹന്നാനെ കൂടെ പറഞ്ഞു. ആമേൻ. 5 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഈ തലമുറ ജനിക്കുന്നത്. 2007 ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ
ഒത്തിരി പ്രയാസങ്ങളുണ്ടായി. ആ മകൻ ജനിച്ച ഏകദേശം 8 മാസങ്ങൾ കഴിഞ്ഞു. ഇവിടെ 2008 ശക്തമായ മഞ്ഞാണ്. അന്ന് ഹെവി സ്നോഫോളിങ് നടക്കുന്ന സമയം. നിർത്താതെ മണിക്കൂറുകളോളം മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക, ഐസ് വീണുകൊണ്ടിരിക്കുക. അന്ന് ഞാനിവിടെ ഒരു മെന്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് മാനേജറായി ജോലി ചെയ്യുക. അതേ വാർഡിൽ തന്നെ എന്റെ പ്രിയപ്പെട്ടവനും നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ നിന്ന് ഏകദേശം ഒരു 8-9 മിനിറ്റ് നടന്നാൽ മതി എന്റെ വീട്ടിലോട്ട് പോകാൻ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വീടിനും മിഡിലായിട്ടാണ് ആംബുലൻസ് സ്റ്റേഷൻ. അവിടെ അനേക ആംബുലൻസുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ ജോലിക്കായിട്ട് ഒരു ദിവസം ജോലിക്ക് ചെന്നപ്പോ അന്ന് വാഹനങ്ങളൊന്നും ഓടുന്നില്ല. ഓൺലി മെയിൻ റോഡുകളിൽ മാത്രം അവർ ക്ലിയർ ചെയ്യും. വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു കാലഘട്ടം. പലർക്കും ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, ജോലിക്ക് വരാൻ പറ്റുന്നില്ല. അപ്പൊ ഉള്ളവരൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ റെസ്റ്റ് ചെയ്യുക. അപ്പൊ പലരും ആഹാരം കഴിക്കാതെയും കടകളൊന്നും ഓപ്പൺ ആക്കുന്നില്ല, പാലൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങളുടെ വീട്ടില് എന്റെ കൂട്ടുകാരൊക്കെ എല്ലാ രാജ്യക്കാരും കഴിക്കുന്ന ഒരു ഭക്ഷണമാണല്ലോ ഇവിടെ, ചിക്കൻ കറിയും ചപ്പാത്തി. ഞങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തു, അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കും. എന്റെ പ്രിയപ്പെട്ടവൻ ചെന്ന് കുറെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ചിക്കൻ കറിയൊക്കെ വെച്ച് പെട്ടെന്ന് ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഈവനിങ് ആയപ്പം ദൈവാത്മാവൻ പറഞ്ഞു, ജോലി സ്ഥലത്ത് നിന്ന് ബ്രേക്ക് എടുത്ത് വെളിയിലാണ്. അപ്പൊ എന്റെ കൂടെ ഉള്ള മറ്റൊരു ഫിലിപ്പീന സിസ്റ്ററാണ്. പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, ഇപ്പം നീ പോകരുത്, ഭയങ്കര സിവിയർലി ചലഞ്ചിങ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അവിടെ, മെന്റലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ അവര് വളരെ സിവിയറായിട്ട് വെരി അഗ്രസീവ് ആയിട്ടുള്ള പേഷ്യൻസ്. അപ്പൊ അവരെ ഡീൽ ചെയ്യാൻ ഒറ്റയ്ക്ക് പറ്റത്തില്ല, അതുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ട് വീട്ടിൽ പോയി ഫുഡ് എടുത്തോണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഭവനത്തിൽ നിന്ന് വെളിയിലിറങ്ങി. അപ്പൊ നടക്കാൻ പറ്റുന്നില്ല, ഐസ് നിറഞ്ഞു കിടക്കുക. പെട്ടെന്ന് ഞാൻ നടന്ന് ആംബുലൻസ് സ്റ്റേഷന്റെ വാതിക്കൽ ആ ഭാഗത്തെത്തിയപ്പോ എന്റെ ഫോൺ റിങ് ചെയ്തു. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു. ഒരു വശത്ത് എന്റെ പ്രിയപ്പെട്ടവന്റെ അലറിക്കരച്ചിൽ കേൾക്കാം, മറ്റൊരു ഭാഗത്ത് എന്റെ മകൻ, 7 വയസ്സുള്ള എന്റെ മകൻ എന്നോട് പറയുകയാണ്, മമ്മി ജോൺ അൺറെസ്പോൺസീവ്. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഓടാൻ എഴുന്നേറ്റ് കാലിൽ നിന്ന് ഷൂ ഊരി സോക്സ് ഊരി ഒക്കെ പിടിച്ച് വേഗത്തിൽ ഓടിച്ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വീണ് എഴുന്നേറ്റും ഒക്കെ ഒരു വിധത്തിൽ ഞാൻ വീട്ടിലെത്തി. ഞങ്ങളുടെ വീട് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് നടന്ന് കയറി പോകണം. ഞാൻ ആ ഉള്ളിലേക്ക് ഓടിച്ചെന്ന് കയറി അമ്മയും ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, എന്റെ പ്രിയപ്പെട്ടവന്റെ കയ്യിൽ ചലനമറ്റ ഒരു ശരീരം, എന്റെ കുഞ്ഞിന്റെ ശരീരമാണ്. ഞാൻ വേഗത്തിൽ ആ കുഞ്ഞിനെ കയ്യിൽ വാങ്ങിച്ച് എന്റെ ഇടത്തെ തോളിലേക്ക് ഇട്ടിട്ട് വലത് കരം കൊണ്ട് 999 ഡയൽ ചെയ്തിട്ട് അവരോട് പറഞ്ഞു, എന്റെ ബേബി അൺറെസ്പോൺസീവ് ആണ്, അവന്റെ ശരീരത്തിൽ അനക്കമില്ല. ആംബുലൻസുമായിട്ട് അവർക്ക് ഇറങ്ങാൻ വലിയ പ്രയാസമാണ്. മെയിൻ റോഡിൽ കൊണ്ടുവന്ന് ആംബുലൻസ് ഇട്ട് അവര് ചെറിയ റോഡിലോട്ട് അവരുടെ സേഫ്റ്റി ഷൂ ഒക്കെ ഇട്ട് അവര് നടന്നു വന്ന് എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന് എന്റെ കുഞ്ഞിന്റെ ശരീരം, ചലനമറ്റ ശരീരം അവര് പൊതിയുമ്പോ ലോകത്തിൽ ഒരമ്മയ്ക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. പെട്ടെന്ന് അവർ ആ ശരീരം ആംബുലൻസിനകത്ത് മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യുമ്പോ ഒരു നേഴ്സായി ഞാൻ ഒരിക്കൽ മാത്രമേ ഇങ്ങോട്ട് നോക്കൂ. സ്ട്രെയിറ്റ് ലൈനാ അത് കാണും.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ദൈവമേ, വർഷങ്ങൾക്ക് മുൻപ് അങ്ങ് വാക്ക് പറഞ്ഞു പുറത്തെടുത്ത ഈ തലമുറ പേര് പോലും പറഞ്ഞാണ് അങ്ങ് പുറത്തു കൊണ്ടുവന്നത്. പിന്നെ എന്താ ഇത്? പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ഞാനിങ്ങനെ ആ സംഭവം ഓർക്കുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ട്, കൂരിരുൾ താഴ്വര അതിൽ നടന്നാൽ സാരമില്ലെനിക്കൊരു ഭയവുമില്ല, ഉന്നതനോടു കൂടെയുണ്ട്, തന്നിശ്വാസം തൻവടി യാഗനല്ലോ, യാതൊരു കുറവുമില്ലേ, പച്ചപ്പുറച്ചെന്നെ കിടത്തുന്നവൻ നിശ്ചല ജലമെന്നെ കുടിക്കും. പാടിയതുപോലെ താഴ്വര നടന്നാൽ സാരമില്ല, എനിക്കൊരു ഭയവുമില്ല. അതെ, ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈ കൂരിരുൾ താഴ്വരയിലൂടെ നടക്കുമ്പോൾ ആടുകൾക്ക് ഇടയനെ കാണാൻ, പക്ഷേ ഇടയന്റെ സാന്നിധ്യം അവിടെയുണ്ട്. ഇവിടുന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, കാർഡിയാക് മോണിറ്ററിൽ ഇവൻ സ്ട്രെയിറ്റ് ലൈനാ, എന്റെ കുഞ്ഞെന്നെ വിട്ടുപോയി, ഈ അന്ധകാര ഗുഹയിൽ ഞാൻ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ അവന്റെ ശരീരത്തിൽ കൈവെക്ക്, ആത്മാവിൽ ആരാധിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അലറി കരയുന്നുണ്ട്. പെട്ടെന്ന് ആംബുലൻസിലുള്ള മെഡിക്കൽ ടീം എന്നോട് പറഞ്ഞു, ഇതിനകത്ത് ശബ്ദം വെക്കരുത്. ഞാൻ ആത്മാവിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു, തിരിച്ച അവൻ നല്ല ഉപനിധിയാണ്, എന്നെ അവസാനത്തോളം നടത്തുവാൻ അവൻ ശക്തൻ. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് പേര് പറഞ്ഞ് പുറത്തു കൊണ്ടുവന്നവൻ താങ്ങായി ഒരു യോഹന്നാനെ ഏൽപ്പിക്കുന്നു പറഞ്ഞു, എന്റെ പൈതൽ എന്നെ വിട്ടുപോയി. അങ്ങ് വ്യാജത്തിന്റെ ദൈവമല്ല, വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യുന്ന ദൈവം. ദൈവാത്മാവിനോട് സംസാരിക്കുമ്പോൾ ആത്മാവിൽ ഈ കുഞ്ഞിന്റെ ദേഹത്ത് കരം വെച്ച് ആരാധിക്കുമ്പോ പെട്ടെന്ന് ഞാൻ അനക്കം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഇവന്റെ ECG ചലിക്കാൻ തുടങ്ങി. അവന്റെ ECG ചലിക്കുവാൻ തുടങ്ങി. അവർ ആംബുലൻസിന്റെ സ്പീഡ് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഹല്ലേലൂയ, കാലാവസ്ഥകൾ നമുക്ക് അനുകൂലമല്ല, പ്രകൃതി അനുകൂലമല്ല. എന്നാൽ അനുകൂലമായവൻ നിന്റെ പക്ഷത്ത് നിന്നാൽ അസാധ്യങ്ങൾ അവൻ സാധ്യമാക്കി തീർക്കും. ആമേൻ, ഹല്ലേലൂയ. വേഗത്തിൽ ആംബുലൻസ് ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ ഹോസ്പിറ്റലിന്റെ വാതിക്കൽ, ഞങ്ങൾ ഷെഫീൽഡ് എന്ന് പറയുന്ന പട്ടണത്തിലാണ് നടന്ന് പാർക്കുന്നത്, ഷെഫീൽഡ് ടീച്ചിങ് ഹോസ്പിറ്റലിന്റെ വാതിക്കൽ ആംബുലൻസ് നിർത്തിയിട്ട് ആ സ്ട്രെച്ചറിൽ നിന്ന് എന്റെ അമ്മയെ കുഞ്ഞിന്റെ ബോഡി എടുത്തുകൊണ്ട് ഓടുമ്പോ ഞാൻ അവരുടെ പുറകെ ഓടി. അവർ എമർജൻസി റൂമിൽ, എമർജൻസിയിൽ ഒരു അമ്മയെ ട്രോളിയിൽ ഒരു ബെഡിൽ കൊണ്ടുവന്ന് ഈ ബോഡി വെച്ചു. പെട്ടെന്ന് ഞാൻ എന്റെ തൊട്ടടുത്തൊരു പ്ലേ റൂം ഉണ്ട്, അവിടെ പോയി മുട്ടുമടക്കി. ഞാൻ എന്റെ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നീ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന ദൈവം തന്നെയാ. അമേ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശു മാത്രമാ. ഈ കൂരിരുൾ താഴ്വരയിൽ അങ്ങനെ വിട്ടേച്ചു പോയിട്ടില്ല. ഞാൻ തിരിച്ചു ചെല്ലുമ്പോ ഒരു ഡെഡ് ബോഡി എനിക്ക് കാണണ്ട എന്റെ തലമുറയുടെ. ഞാൻ ചില നിമിഷങ്ങൾ കഴിഞ്ഞ് എന്റെ കുഞ്ഞിന്റെ മുഖം ഒന്ന് ഒരിക്കൽ കൂടെ കാണുവാൻ ഞാൻ അവിടെ ചെല്ലുമ്പോ 4 ബ്രിട്ടീഷ് ഡോക്ടേഴ്സ്, പീഡിയാട്രിക് കൺസൾട്ടന്റുമാർ അവന്റെ ശരീരത്തിന് ചുറ്റും നിൽപ്പുണ്ട്. അവരൊന്നും മിണ്ടുന്നില്ല. ഞാൻ അവരുടെ ഇടയിലൂടെ എന്റെ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ
നോക്കുമ്പോ ചില സമയം കഴിഞ്ഞപ്പോ എന്റെ കൊച്ച് ആ കട്ടിലിൽ ചാടി എഴുന്നേറ്റു. അമ്മേ, ഹല്ലേലൂയ. മരിച്ച് നാറ്റം വെച്ച ലാസറിന്റെ ശരീരത്തിന്റെ മേൽ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ, കൃമികൾ നൃത്തം വെച്ച ശരീരം, അമ്മേ, ആ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ അത് പുറത്തു വരും. ജീവനുള്ളതായി പുറത്തു വന്നതുപോലെ അവൻ ജോൺ ചാടി ബെഡിൽ അവൻ, ഇവനത്രേ ഇതത്രേ ഞാൻ സേവിക്കുന്ന, അവൻ സകല ജഡത്തിന്റെ പോയി അവന് പറഞ്ഞല്ലോ, ഈ ദൈവം നാം സ്നേഹിക്കുന്ന, നാം സേവിക്കുന്ന ദൈവം, ഹല്ലേലൂയ, ഇവനാണ് യഥാർത്ഥ ദൈവം, സത്യദൈവം, സർവശക്തൻ യേശു ക്രിസ്തു. ഒത്തിരി പ്രയാസങ്ങൾ, അനുഭവങ്ങളിലൂടെ പിന്നെയും പോയിട്ടുണ്ട്. അതെ, ജോലിയുടെ സ്ഥാനത്ത് സുവിശേഷം പറഞ്ഞതിനെ പറഞ്ഞുവിടാൻ ശ്രമിച്ചു. കാരണം ഒരിക്കൽ പറഞ്ഞു, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാനേജരായി എന്ന് ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ അടുക്കൽ വന്നിട്ട് എന്റെ ജോലി ചെയ്യുന്ന ഒരു ബ്രിട്ടീഷുകാരൻ പയ്യൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഹോമോസെക്ഷുവാലിറ്റി ഒരു പാപമാണ്. ഞാനിങ്ങനെ ഒരു മിഷണറി ആണെന്ന് അവനറിയാം. ഞാൻ പറഞ്ഞു, ഞാൻ വായിക്കുന്ന ബൈബിൾ, ഞാൻ തിരിച്ചറിഞ്ഞ സത്യം ഹോമോസെക്ഷുവാലിറ്റി. അപ്പൊ അവന് എനിക്ക് എന്റെ കുറെ പരാതികൾ എഴുതിക്കൊണ്ടുവന്ന് കൊടുത്തു. മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞ തെറ്റ് ഹോമോസെക്ഷുവാലിറ്റി ആണ്. അത് അങ്ങനെ ഒരു പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരുന്നു ഈ പയ്യൻ. ഒരാണിനെ, അമ്മേ, അങ്ങനെ പാപത്തിൽ അവരെന്റെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ, അവരെ ഇൻവെസ്റ്റിഗേഷൻ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, ജോലിയിൽ നിന്ന് ഡയറക്റ്റ് ടെർമിനേറ്റ്. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റെന്താണ്? അത് ആ പേപ്പർ വായിച്ചു. വേറൊരു തെറ്റും എന്നെ കുറിച്ച് അവർ പറയുവാനില്ല. ഹോമോസെക്വാലിറ്റി പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്ക് മറ്റൊന്നും പറയാനായിട്ടില്ല. അതൊരു സീനാണെന്ന് തന്നെ എവിടെ വേണമെങ്കിലും പറയാം. എലിസബത്ത് രാജ്ഞിയുടെ വാഴ്ചകാലം ഞാൻ പറഞ്ഞു, എലിസബത്ത് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ വന്നിട്ട് ഹോമോസെക്വാലിറ്റി ഒരു സീനാണെന്ന് പറയാൻ ഞാൻ പഠിക്കും. നിങ്ങൾക്ക് അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. നിങ്ങൾക്ക് എന്നെ ജയിലിൽ അടയ്ക്കാം, നിങ്ങൾക്ക് എന്നെ കഴുത്തറുത്ത് മാറ്റാം, നിങ്ങൾക്ക് എന്നെ തൂക്കിക്കൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു, ഹോമോസെക്വാലിറ്റി ഈസ് എ സിൻ. കുറച്ച് സമയം അവര് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ വന്ന ഫസ്റ്റ് ഓഫ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പേപ്പർ അദ്ദേഹം 3-4 കീറിയിട്ട് അദ്ദേഹം ഇരിക്കുന്ന ടേബിളിന്റെ അണ്ടറിൽ ഒരു വേസ്റ്റ് ബിൻ ഇരിപ്പുണ്ട്, അതിനകത്തോട്ട്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുക, അദ്ദേഹം ഒരു മുസ്ലിം മാനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, I said the same. എന്നിട്ട് എന്നെ ജോലി കൊള്ളാം. ഒത്തിരി ഭാരങ്ങൾ, ഒത്തിരി പ്രയാസം, വേദനയേറിയ അനുഭവങ്ങൾ. ദൈവത്തിന്റെ കരമായി, ദൈവത്തിന്റെ കരുണയുടെ കരം കണ്ട് സന്തോഷിക്കും. ദൈവങ്ങളുടെ വരുത്തിയിട്ടു എന്റെ തലയിൽ ഒരിക്കലൊരു മഴ വന്നു. തലയിൽ ഒത്തിരി സിസ്റ്റുകൾ ഉണ്ടായി. എന്നാൽ ഇതൊരു മഴ ഏകദേശം 10-15 വർഷമായി ഒരു അനക്കവും ഇല്ലാതെ. എന്നാൽ ചില ദിവസങ്ങൾ കുറെ നാള് കഴിഞ്ഞപ്പോ പെട്ടെന്ന് അതിങ്ങനെ കളർ മാറാൻ തുടങ്ങി. അപ്പൊ എനിക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ഹെലൻ എന്നാണ് ബിലീവറായിരുന്നു. അപ്പൊ ഒരു ദിവസം വാർഡിൽ ഹെലൻ
റൗണ്ട്സിന് വന്നപ്പോ ഹെലനോട് ഞാൻ പറഞ്ഞു, എന്റെ തലയിൽ ഇങ്ങനെ ഒരു മുഴയുണ്ട്, അതെന്നെ ഇപ്പൊ വല്ലാതെ ബോധർ ചെയ്യുന്നു. എനിക്ക് ഇടയ്ക്ക് ബ്ലേഡ് വിഷനായിട്ട് ഫീൽ ചെയ്യും. എന്റെ ആ ഒരു സൈഡ് ഇങ്ങനെ നമ്മായി പോകുന്നതായിട്ട് എനിക്ക് തോന്നും. ഇപ്പൊ ഇനി അത് ബോധർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ ഹെലനോടാണ് ആദ്യമേ പറയുന്നത്. ഹെലൻ എന്നെ നേഴ്സസ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് എന്റെ തലയെ എക്സാമിൻ ചെയ്തിട്ട് ഹെലൻ പറഞ്ഞു, ഇത് വേഗത്തിൽ GP കൊണ്ട് കാണിക്കും, അപ്പോയിന്റ്മെന്റ് എടുത്ത് അത് ഓപ്പറേറ്റ് ചെയ്യാം. ഞാൻ ഹെലനോട് പറഞ്ഞു, ഈ ലോകത്തിലെ വൈദ്യന്മാർ എന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഹെലനോട് പറഞ്ഞിട്ട് ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് പറ്റുകയും. അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഒരു ഡെഡിക്കേഷൻ ഇത് കാണിച്ചു. അദ്ദേഹം അത് കണ്ടിട്ട് ഭയന്നു. ഹെലനോട് ഒരു കാര്യം എടുത്തു പറഞ്ഞു, മലിഗ്നന്റ് സെൽസിന്റെ മോർ ചാൻസസ് അതിന്. അപ്പോ ഭാവിയിൽ അതിനകത്ത് മലിഗ്നന്റ് സെൽസ് കാണാം. അപ്പൊ ഞാന് എന്റെ പ്രിയപ്പെട്ടവനെ കൊണ്ട് കാണിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഡോക്ടറെ പോകണം. അങ്ങനെ GP കൊണ്ട് കാണിച്ചു. GP കണ്ടപ്പോ തന്നെ എന്നെ സർജറിക്ക് പോസ്റ്റ് ചെയ്തു. അവസാനം എനിക്ക് ലെറ്റർ വന്നു. ആദ്യത്തെ ലെറ്റർ വന്നു സർജറിയുടെ ഡേറ്റ്, രണ്ടാമത്തെ ലെറ്റർ പ്രീ അസസ്മെന്റ് ഡേറ്റ്. അപ്പൊ പ്രീ അസസ്മെന്റ് പോകുന്നുണ്ടോ? ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, കർത്താവിനോട്, കർത്താവേ ഈ ലോകത്തിലെ വൈദ്യന്മാർക്ക് കൈവയ്ക്കും, അങ്ങേക്ക് എന്നെ ഓപ്പറേറ്റ് ചെയ്യും. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന എന്റെ കർത്താവിന്റെ ദാസനെ വിളിച്ചു നാട്ടിൽ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങ് പ്രാർത്ഥിക്കണം, വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട, ഈ ലോകത്തിലെ വൈദ്യന്മാരെ ഓപ്പറേറ്റ് ചെയ്യരുത്, യേശു കർത്താവിനെ സൗഖ്യമാക്കണം. അദ്ദേഹത്തിന് ഞാൻ ഒരു രാത്രി 11:30 ഒരു മീറ്റിംഗ് കഴിഞ്ഞ് യുകെയിൽ വേറൊരു പട്ടണത്തിൽ നിന്ന് രാത്രി 11:30 വീട്ടിലേക്ക് മടങ്ങി വരും. പ്രിയപ്പെട്ടവനാണ് മകൻ ഓടി ആ വാഹനത്തിൽ. പെട്ടെന്ന് എനിക്ക് വെയിറ്റ് ചെയ്യുന്നത് പോലെ തോന്നി, നാവ് ചലിക്കും. എന്റെ മൂത്ത കുഞ്ഞിനെ അടുത്തിരിക്കും. ഞാൻ ആ കുഞ്ഞിനെ ഇങ്ങനെ തോണ്ടി വിളിച്ചിട്ട് ഇങ്ങനെ തലയിലോട്ട് കൈ കാണിച്ചു. പെട്ടെന്ന് എന്തോ ഒരു വലിയൊരു പ്രയാസം. ആ മോനെ പപ്പായോട് പറഞ്ഞു വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. അപ്പൊ മറ്റൊരു ഫാമിലി വണ്ടി റോഡ് സൈഡിൽ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് എല്ലാരും വെളിയിലാണ്. ഞാൻ ഇതിങ്ങനെ കാണിക്കും. പെട്ടെന്ന് നോക്കിയപ്പോ അത്രയും വർഷങ്ങൾ കെട്ടിക്കിടന്ന ഒരനക്കവും ഇല്ലാതെ നിന്ന മഴ യേശു കർത്താവ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ തനിയെ പിളർന്നിട്ട് ഒരു ബാഗ് പോലെ, ഒരു ചെറിയൊരു കീറ്റ് പോലുള്ള ഒരു മാംസപിണ്ഡം അതിനകത്ത് കെട്ടിക്കിടന്ന സാധനം ഉൾപ്പെടെ പുറത്ത് തുറന്ന് എന്റെ പ്രിയപ്പെട്ട വേഗത്തിൽ ഒരു ടിഷ്യൂ ബോക്സിനകത്ത് നിന്ന് ഒരു ടിഷ്യൂ എടുത്തിട്ട് ആ മാംസപിണ്ഡം അതിനകത്ത് എടുത്തു വെച്ചു. വീട്ടിലെത്തി, ഭവനത്തിലെത്തി, അത് മുഴുവനായി പുറത്തു വന്നു. ഞാൻ ഹെലനെ ചെന്ന് കണ്ടു. എന്നെ സർജറി പോസ്റ്റിലെ ഡോക്ടറെ വിളിച്ചു. അവരോട് പറഞ്ഞു, യേശു കർത്താവ്. ഹെലനോട് പറഞ്ഞു, യേശു കർത്താവ് തന്നെ അത് ഓപ്പറേറ്റ് പുറത്ത്. ഇതാ ഞാൻ പറഞ്ഞു. ആ ദൈവത്തിന് മാത്രമേ അത് കഴിയത്തുള്ളൂ, ലോകത്തിൽ ആർക്കും കഴിയില്ല. രോഗം വന്നാൽ രോഗത്തിന് നമുക്ക് മരുന്ന് കഴിക്കും, ഡോക്ടറെ ചെന്ന് കാണാം, കീമോതെറാപ്പി എടുക്കാം, റേഡിയേഷൻ എടുക്കാം. പക്ഷെ സൗഖ്യമാക്കുന്നത് യേശു ക്രിസ്തു. കർത്താവിന് മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൗഖ്യമാകുന്നുള്ളൂ. ഒത്തിരി അനുഭവങ്ങൾ ഞാൻ എന്റെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ നടത്തുന്നത്.
വലിയവനായ ദൈവത്തിന് ഞാൻ നന്ദി കരയറ്റുന്നു. കഴിഞ്ഞ അനേക വർഷങ്ങളായി കർത്താവിന്റെ നാമവുമായി സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പാർക്കുന്നത് മാഞ്ചസ്റ്ററിലാണ്. ഇവിടെ ഞങ്ങൾക്ക് ഓൾഡ് ക്രിസ്ത്യൻ അസംബ്ലി പറയുന്ന ഒരു ദൈവസഭ കൂടെയുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടത്തുന്നുണ്ട്. അവിടെ കർത്താവിന്റെ പുനഃനാമത്തിൽ ഞാൻ നന്ദി കരയറ്റുക. അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക, സത്യദൈവത്തെ തിരിച്ചറിയുക. ഇതുവരെയും സത്യദൈവത്തെ തിരിച്ചറിയാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് വളരെ അനുഗ്രഹമായി തരട്ടെ. മരുഭൂമിയിലേക്ക് പൊട്ടിച്ച് ദൈവം തിരഞ്ഞെടുത്ത സ്റ്റേജ് മരുഭൂമിയായി. ഹൃദ്യമായി സംസാരിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത സ്റ്റേജ് ഇതായിരിക്കും. അവിടെ വെച്ച് സംസാരിച്ച് വശീകരിച്ച് ഞാൻ ഒരിക്കലും ദൈവത്തെ തേടിപ്പോയതല്ല. ദൈവം നികൃഷ്ടമായി കിടന്നതിന് ബലഹീനമായതിന് അവൻ ദത്തെടുത്ത് എന്നോട് സംസാരിച്ച് യഥാർത്ഥമായും സത്യദൈവമാരാണ് വെളിപ്പെടുത്തുന്നത്. ആ ദൈവത്തിന് നന്ദി കരയറ്റുക. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസി ഇത്രത്തോളം കർത്താവ് ഉപയോഗിച്ചതും കർത്താവ് നടത്തിയതുമായ വിധങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുവാൻ കഴിഞ്ഞു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ. ഇന്നും നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ദേവദാസി പറഞ്ഞതുപോലെ ലാസറിനെ ഉയർപ്പിച്ചവനായ കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായ ജീവിതത്തിലും അത് അതേപോലെ അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്ന കർത്താവ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസിയെ നടത്തിയ വിടുവിച്ച വിധങ്ങളൊക്കെ കേൾക്കുവാൻ ഇടയായി തീർന്നല്ലോ. കർത്താവിൻ്റെ ദാസിയെ കർത്താവ് പിന്നെയും ഉപയോഗിക്കട്ടെ, അനേകർക്ക് പ്രയോജനവും ആശ്വാസവും തണലും തണുപ്പുമൊക്കെ ആയി തീർക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ ദാസിയെ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ ദാസി ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹീത ദിവസത്തിനായി ദൈവത്തിന് ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ലോകത്തിന്റെ നാനായിടങ്ങളിൽ ഇതുകൊണ്ട് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രതികാൽ അടിയന്റെ അനുഭവ സാക്ഷ്യം ഈ മീഡിയയിലൂടെ കാണിക്കുവാൻ ദൈവം ഭാഗ്യം ചെയ്തു. ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ഇത് വിടുതലാക്കി തീർക്കണമേ. അനേക പാപികൾ മാനസാന്തരപ്പെടുവാൻ, അനേക രോഗികൾ സൗഖ്യമാകുവാൻ, അനേക പിന്മാറ്റക്കാരുടെ മടങ്ങി വരവിന് മുഖാന്തരമായി തീരുമാൻ ദൈവങ്ങളിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഗതമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദിവ്യ തേജസ്സിനാൽ ഞങ്ങളെ വിളിക്കപ്പെട്ടു. ഞങ്ങളുടെ നാളുകൾ ക്രിസ്തുവിന് വേണ്ടി ചെലവഴിക്കുന്നു. അനേകരെ സ്വർഗ്ഗരാജ്യത്തിലെത്തിക്കുവാൻ ദൈവങ്ങളെ ഉപയോഗിക്കണം. ദൈവം ഈ പ്രവർത്തനങ്ങളെ ഉപയോഗിക്കണം. പ്രാർത്ഥന കേൾക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.